ഞാൻ ആസ് എ ഫൗണ്ടർ ഒരു ഇൻവെസ്റ്ററെ മുന്നിൽ വന്നിരിക്കുമ്പോൾ ഞാൻ ചെയ്യേണ്ടത് എന്താ, ഞാൻ ആ പിച്ച് കഴിഞ്ഞ് പോകുമ്പോൾ എൻ്റെ കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഇവർക്ക് ഭയങ്കര നഷ്ടമാണ് എന്നുള്ളൊരു തോന്നൽ കൊണ്ടുവരണം. അതാണ് റൈറ്റ് പിച്ച്. പ്രോഫിറ്റബിൾ പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് മിഠായിയുടെ മേലെ ഈച്ച വരുന്നത് പോലെ വന്നിരിക്കും. മോസ്റ്റ് ഓഫ് ദ സ്റ്റാർട്ടപ്പുകളും ഫെയിൽ ആവുകയാണ് ചെയ്യുന്നത്. എന്താണ് റമീസിന്റെ ഒരാൾ എന്തിന് സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നു എന്നുള്ള ചോദ്യത്തിന് അപ്പൊ അത് ആ പീപ്പിൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യണം. അങ്ങനെ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യന്മാരെ അടുത്തറിയണം, അവരെ നമുക്ക് എംപത്തറ്റിക് ആയിട്ട് ആ ഫീൽ ചെയ്യാൻ പറ്റണം. അങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ അതിൽ ചില പ്രോബ്ലം നമ്മൾ ഉറക്കം കെടുത്തും. ഈഗോ ഇല്ലാതിരിക്കാനുള്ള ഏക ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പം ഒരു കോഫൗണ്ടറെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കുക എന്നുള്ളതാണ് ബേസിക് നീഡ്. HR ഡിപ്പാർട്ട്മെന്റ് ഞാൻ പറയുന്നില്ല, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള HR ഇൻഡിവിജ്വൽസിനെ, എസ്പെഷ്യലി കോർപ്പറേറ്റ്സിൽ വർക്ക് ചെയ്തിട്ടുള്ള HR ഇൻഡിവിജ്വൽസിനെ സ്റ്റാർട്ടപ്സിലേക്ക് അടുപ്പിക്കരുത്. ഓക്കെ, മനസ്സിലായി. അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പിലേക്ക് ഒരു ഫൗണ്ടർ വരുവാണെന്നുണ്ടെങ്കിൽ ഇനിഷ്യൽ മൈൻഡ് സെറ്റ് എങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യണം? അത് ഒരു അടിപൊളി ചോദ്യമാണ്. അല്ലാതെ സ്റ്റാർട്ടപ്സിനെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള മെന്റാലിറ്റിയോട് കൂടി എന്ത് ചെയ്യരുത്, സ്റ്റാർട്ടപ്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകരുത്. കാരണം ഇമോഷൻസിന് ഒരു വാല്യൂ കൊടുക്കേണ്ട ആവശ്യമില്ല അവിടെ. ഈ ഫണ്ട് റൈസിങ്ങിൽ വരുമ്പോൾ നമുക്ക് ഏതൊക്കെ ടൈപ്പാണ് ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റുന്നത്? ഒരുപാട് ടൈപ്പ് ഫണ്ട് റൈസിങ് ഉണ്ട്. ഇപ്പം നമ്മൾ വെരി ഏർലി സ്റ്റേജ് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി നമുക്ക് ഗ്രാൻഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ എങ്ങനെ പ്രോപ്പറായിട്ട് എക്സിറ്റ് ആവണം? ഇതെൻ്റെ അടുത്ത് റോണി സ്ക്രൂവാല ഒരു പരിപാടിയിൽ വെച്ചിട്ട് പറഞ്ഞതാണ്. ഗുർഗാവിലെ ഒരു പരിപാടിയിൽ വെച്ചിട്ട് എന്നെ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യമാണ്. നമുക്കൊരിക്കലും എക്സിറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. നമുക്കൊരു ഫസ്റ്റ് ടീം മെമ്പറെ എങ്ങനെ ഹയർ ചെയ്യാം? ഫസ്റ്റ് ടീം മെമ്പറെ ഞാൻ എപ്പോഴും പറയാറുള്ളത് ഒരു സ്വിസ് ആർമി നൈഫ് കൈൻഡ് ഓഫ് ആളായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ US എടുക്കാം. US എടുത്തു കഴിഞ്ഞാൽ അവിടെ അധികം പീപ്പിൾ പ്രോബ്ലംസ് ഒന്നും ഇനി സോൾവ് ചെയ്യാനില്ല. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യും, ഒരുപാട് ഡീപ് ടെക് അല്ലെങ്കിൽ AI കുറിച്ച് അല്ലെങ്കിൽ 100 വർഷം കഴിഞ്ഞിട്ട് മേ ബി മറ്റേതെങ്കിലും ഒരു ഗ്രഹത്തിൽ താമസിക്കുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന സ്റ്റാർട്ടപ്സ് ഉണ്ടാവും. ഹായ്, വെൽക്കം ടു സ്റ്റാർട്ടപ്പ് സ്റ്റുഡിയോ. റമീസ്, എന്താണ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്? അതിൻ്റെ സ്റ്റാർട്ടപ്പും ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നമ്മൾ കുറച്ച് ബേസിക് ഡിഫറൻസസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും അതിന്റെ ഗ്രോത്തിന്റെ പേസ് ആണ് ഒരു ഇൻഡിക്കേറ്റർ സ്റ്റാർട്ടപ്പിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. നോർമലി ഒരു ബിസിനസ്സിൽ ലീനിയർ ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ ഒരു എക്സ്പെറൻഷ്യൽ ഗ്രോത്ത് ആയിരിക്കും സ്റ്റാർട്ടപ്സിൽ ഉണ്ടാവുക. ഇനി എന്താണ് ഈ ഗ്രോത്തിന് ഡ്രൈവ് ചെയ്യുന്ന ഫാക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി ബിസിനസ്സിൽ അത് എപ്പോഴും പീപ്പിൾ ആയിരിക്കും. നമ്മൾ വരുന്ന ഓരോ മനുഷ്യന്മാരായിരിക്കും ആ ബിസിനസ്സിനെ മാറ്റുന്നത്. പക്ഷെ ഒരു സ്റ്റാർട്ടപ്പിലേക്ക് വരുമ്പോൾ പീപ്പിൾ കോമ്പണന്റ് അവിടെ ഉണ്ടെങ്കിൽ പോലും ടെക് എന്ന് പറയുന്ന കോമ്പണന്റ് ആണ് ഈ എക്സ്പെൻഷ്യൽ ഗ്രോത്തിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതാണ് ബേസിക് ഡിഫറൻസ്, ഈ ഗ്രോത്തിന്റെ പേസ്. പിന്നെ നമ്മൾ ഭയങ്കര ഫിലോസഫിക്കലി പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും നാളത്തെ പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റാർട്ടപ്സിൽ. ബിസിനസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കറന്റ് വേൾഡ് സിറ്റുവേഷൻസ് ആണ്. അതായത് ഇപ്പൊ എന്ത് വർക്കാവും അല്ലെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്തു കഴിഞ്ഞാൽ മോണിറ്റൈസ് ചെയ്യാൻ പറ്റും, അതായിരിക്കും കൂടുതൽ നോർമൽ ടിപ്പിക്കൽ ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്തത്. പക്ഷേ സ്റ്റാർട്ടപ്സ് കുറച്ചും കൂടി ടുമോറോസ് പ്രോബ്ലംസ് ആണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഡിഫറൻഷിയേഷൻ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത് ആ ഗ്രോത്തിന്റെ പേസ് ആണ് ഒരു മെയിൻ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റർ. ഓക്കെ, മനസ്സിലായി. അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പിലേക്ക് ഒരു ഫൗണ്ടർ വരുവാണെന്നുണ്ടെങ്കിൽ ഇനിഷ്യൽ മൈൻഡ് സെറ്റ് എങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യണം? അത് ഒരു അടിപൊളി ചോദ്യമാണ്. കാരണം ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എന്തിനാ ബിസിനസ് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, പേർപ്പസ്. ഇനി സ്റ്റാർട്ടപ്സിലേക്ക് വരുമ്പം നമുക്ക് എപ്പോഴും മുന്നിലൊരു പ്രോബ്ലം വേണം, ആ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ വേണം. അത് മറ്റൊരാളുടെ പ്രോബ്ലം ആവാം, നമ്മുടെ പ്രോബ്ലം ആവാം, ആരുടെ പ്രോബ്ലം വേണമെങ്കിലും ആവാം. പക്ഷെ ആ പ്രോബ്ലത്തിനോട് ഒരു എംപത്തറ്റിക് ആയിരിക്കണം. ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്കൊരു ഡെസ്പറേഷൻ അല്ലെങ്കിൽ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഡിസയർ ഉള്ളിൽ വേണം. അപ്പോഴാണ് ഒരു സ്റ്റാർട്ടപ്പ് ജനിക്കുന്നത്. അപ്പം ബേസിക്കലി ആ പ്രോബ്ലവും അതിനോടൊരു ക്ലാരിറ്റിയും അതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളൊരു വിഷനും ഇതൊക്കെയാണ് ഒരാൾക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള മാനദണ്ഡം. അപ്പോൾ ഒരാൾക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും അവരോട് പറയാറുള്ളത്, നിങ്ങൾ മറ്റൊരാളുടെ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പ്രോബ്ലംസ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക? എപ്പോഴും പീപ്പിൾ പ്രോബ്ലംസ് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെ ഈസ് ആക്കുന്നു അല്ലെങ്കിൽ അവരുടെ കൺവീനിയൻസ് ഒരു 10% ഇൻക്രീസ് ചെയ്യുന്നു. നമ്മൾ ഏത് സ്റ്റാർട്ടപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിവിടുത്തെ സക്സസ്ഫുൾ സ്റ്റാർട്ടപ്സ് എടുക്കാം, ഓയോ, ലെൻസ്കാർട്ട് അല്ലെങ്കിൽ സൊമാറ്റോ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു 10% കൺവീനിയൻസ് കൂട്ടുകയാണ് അല്ലെങ്കിൽ ഒരു 20% കൺവീനിയൻസ് കൂട്ടുകയാണ്. അപ്പൊ അത് ആ പീപ്പിൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യണം. അങ്ങനെ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യന്മാരെ അടുത്തറിയണം, അവരെ നമുക്ക് എംപത്തറ്റിക് ആയിട്ട് ആ ഫീൽ ചെയ്യാൻ പറ്റണം. അങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ അതിൽ ചില പ്രോബ്ലം നമ്മൾ ഉറക്കം കെടുത്തും. അതാണ് നമുക്ക് പാഷനേറ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ട് നമ്മൾ അതിന്റെ പിറകെ പോകും. അങ്ങനെയാണ് ഒരു സ്റ്റാർട്ടപ്പ് ജനിക്കുന്നത്. അല്ലാതെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് വെച്ചാൽ ഒരു വെബ്സൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സ്റ്റാർട്ടപ്പ് ജനിക്കില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ വന്നിട്ട് മോസ്റ്റ് ഓഫ് ദ സ്റ്റാർട്ടപ്പുകളും ഫെയിൽ ആവുകയാണ് ചെയ്യുന്നത്. എന്താണ് റമീസിന്റെ ഒരു
ഞാൻ നേരത്തെ പറഞ്ഞ അതേ റീസൺ ആണ് ഇതിലെ മറ്റൊരു റീസൺ. ഒരാൾ എന്തിന് സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നു എന്നുള്ള ചോദ്യത്തിന് ഇപ്പൊ നമ്മളെ ഇപ്പോഴത്തെ യങ് ജനറേഷൻ എടുക്കും. ഞാനും ഓൾറെഡി യങ് ആണ്. ഞാനും പറയുന്നത് ഇപ്പം ജസ്റ്റ് ഫ്രഷ് ഔട്ട് ഓഫ് ദി കോളേജ് ഇറങ്ങിയിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വരുന്ന പിള്ളേരുടെ അടുത്ത് ഇവര് ഏറ്റവും കൂടുതൽ ഇവർ റീസൺസ് ആക്കി എടുക്കുന്നത്, ഒന്ന് മറ്റൊരാളുടെ കൂടെ ജോലി ചെയ്യാൻ വയ്യ, അല്ലെങ്കിൽ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ പറ്റില്ല, എനിക്ക് സെൽഫ് മെയ്ഡ് ആവണം എന്നുള്ള റീസൺ കൊണ്ട് വരുന്നവരുണ്ട്. പെട്ടെന്ന് കാശ് ഉണ്ടാക്കാം എന്നുള്ള റീസണിൽ വരുന്നവരുണ്ട്. അതുപോലെ തന്നെ ബേസിക്കലി ഒരു ഫൗണ്ടർ ടാഗ് അല്ലെങ്കിൽ ഒരു CEO ടാഗ്. ഒരു 5 years മുന്നേ വരെ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ വല്ല വിലയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലും ഭയങ്കര റെസ്പെക്റ്റാ, കുടുംബത്തിലും ഭയങ്കര റെസ്പെക്റ്റാ. അപ്പൊ ആ റെസ്പെക്ട് അല്ലെങ്കിൽ ആ ഒരു ഫെയിം അതൊക്കെ കണ്ടിട്ട് വരുന്നവരുണ്ട്. ഇതൊന്നും ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ആവാനോ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള ഒരു ഒതന്റിക് റീസൺ അല്ല. അതൊന്നും ഓജിയല്ല. ഈ ഇത്തരം ഫൗണ്ടേഴ്സ് ഒന്നും ഓജിയല്ല. അപ്പം ബേസിക്കലി ഇത്തരം റീസൺസ് കാരണം സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവർ തുടങ്ങണ്ടെന്ന് ഞാൻ പറയുള്ളൂ. അപ്പം വൺസ് ഇത്തരം റീസൺസ് വെച്ചിട്ടാണ് അവർ പോകുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവർക്ക് മോട്ടീവ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇവർക്ക് മോട്ടിവേഷൻ ഉണ്ടാവില്ല. ഒരു സമയം കഴിയുമ്പോൾ ഇവർക്ക് ഫെയിം കിട്ടില്ല. കിട്ടിക്കഴിഞ്ഞാൽ ആ ഡ്രൈവ് പോയി, കിട്ടിയിട്ടില്ലെങ്കിലും ആ ഡ്രൈവ് പോയി, അവരുടെ മോട്ടിവേഷൻ പോയി. അവരെ മുന്നോട്ട് നയിക്കുന്നത് ഇപ്പൊ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ചലഞ്ചസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. ആ ചലഞ്ചസിലേക്ക്, ആ ഹേർഡിൽസ് ഒക്കെ നമ്മളെ ചാടിക്കടക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് മുന്നിൽ നമുക്കൊരു ഫിനിഷിംഗ് പോയിന്റ് കാണാനുണ്ട്. അപ്പം ഒരു ഫെയിം ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അവർക്ക് എവിടെയാ ഫിനിഷിംഗ് പോയിന്റ്? മണി ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അവർക്ക് എവിടെയാ ഫിനിഷിംഗ് പോയിന്റ്? അതില്ലല്ലോ. നമുക്ക് മുന്നിൽ ആ അടുത്ത ഹേർഡിൽ ചാടി കിടക്കണം. അതിനൊക്കെ ഒരു മോട്ടിവേഷൻ വേണം. അല്ലെങ്കിൽ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഒബ്സഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഹേർഡിൽസ് നമുക്ക് ചാടി കിടക്കാൻ കഴിയുള്ളൂ. ഒരിക്കലും മണി ഫെയിം ഒന്നും ഒബ്സഷൻ തരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത് ഫെയിൽ ആവുന്നത്. ഇപ്പോ എൻ്റെ മൈൻഡ് സെറ്റ് ഒരു ഓൺടർപ്രണറുടെ ആണോ എംപ്ലോയി മൈൻഡ് സെറ്റ് ആണോ എന്ന് അറിയാനായിട്ട് എന്തെങ്കിലും ചെക്ക് ലിസ്റ്റോ എന്തെങ്കിലും നമുക്ക് തന്നെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു അതായത് ഒരുപാട് ഡിഫറൻഷിയേഷൻസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് പല ആംഗിളിൽ ഇപ്പൊ പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്നിടത്ത് ഒരു എംപ്ലോയറുടെ മൈൻഡ് സെറ്റും ഒരു എംപ്ലോയിയുടെ മൈൻഡ് സെറ്റും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഒരു കുറച്ചും കൂടെ സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് ആയിട്ട് ഞാൻ പറയുന്നത്, റിസ്ക് ടേക്കിംഗ് ഉണ്ടെങ്കിൽ പോലും കംഫോർട്ട് സോൺസ് ബ്രേക്ക് ചെയ്യുന്നത് ഒരു ഭയങ്കര ട്രേറ്റാ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിന് വേണ്ടേ. ഇത് വൺസ് നമ്മളൊരു എംപ്ലോയ്മെന്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന കുറെ കംഫോർട്ട് സോൺസ് ഉണ്ട്. ഒന്ന് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, അതുപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി ഇൻ ദ സെൻസ് നമുക്കൊരു അഡ്രസ് ആയി. ആ അഡ്രസ്സ് പോയി കഴിഞ്ഞാൽ എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ പലർക്കും പറ്റാറില്ല. ഈ ദുബായിൽ പോകുന്നവർക്ക് അല്ലെങ്കിൽ അറബ് കൺട്രീസിലൊക്കെ പോകുന്നവർക്ക് അവർക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി മാത്രമല്ല അവരെ ഒരു ഓൺടർപ്രണർ ആവുന്നതിൽ നിന്ന് തടയുന്നത്, ഈ സോഷ്യൽ സെക്യൂരിറ്റിയും കൂടെയാണ്. അവരാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗൾഫുകാരനാണ്. ആ ഗൾഫുകാരന് നാട്ടിൽ കിട്ടുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്. അവർക്ക് ആ പ്രിവിലേജ് കളഞ്ഞ് നാട്ടിൽ വന്നിട്ട് ഒരു കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും ആ പ്രിവിലേജ് ഡിക്ലൈനിങ് ആണ് എന്നുള്ളതാണ് ഇവരുടെ ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ അവരെ ചിന്തിക്കുന്ന ആ രീതിയിലാണ്. അപ്പൊ അത് സത്യമാണ്. സ്വാഭാവികമായിട്ട് ഒരു ഗൾഫുകാരൻ നാട്ടിൽ വന്നിട്ട് ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സോഷ്യലി സ്റ്റാറ്റസ് കുറച്ച് കുറേ തന്നെയാണ്. അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും, നാളെ ചിലപ്പോൾ മാറാം. അപ്പൊ ആ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ ഒരാൾക്ക് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്ന മൊമെന്റിൽ അയാൾ ഓൺടർപ്രണറായി. അയാൾ ഒരു എംപ്ലോയ്മെന്റ് മൈൻഡ് സെറ്റ് മാറിയിട്ട് അയാൾ ഓൺടർപ്രണറായി, ആ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് കംഫോർട്ട് സോൺസ് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ഓൺടർപ്രണർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ത്രൂ ഔട്ട് ഈ ഒരു ഓൺടർപ്രണറിയൽ ലൈഫിൽ നമുക്ക് മെയിൻ പരിപാടി എന്താണെന്ന് പറയാം, കംഫോർട്ട് സോൺസ് ബ്രേക്ക് ചെയ്യില്ല. നമ്മൾ ആദ്യം ഈ പറഞ്ഞ പോലെ എംപ്ലോയ്മെന്റിന്റെ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം, ഫാമിലിയിൽ നിന്നുള്ള കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം, ചിലപ്പോൾ ഫ്രണ്ട്സിന്റെ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യേണ്ടി വരും. ഇനി നമ്മൾ കമ്പനി തുടങ്ങി അവിടെ എംപ്ലോയീസ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു ഏർലി ടീമായി, ആദ്യത്തെ ഒരു 20 പേരായി. ചിലപ്പോൾ സ്കെയിൽ ചെയ്യുന്നതിന്റെ ഇടയിൽ പിന്നെ കമ്പനി സ്കെയിൽ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഈ 20 പേരിൽ ഒരു 5 ആളെ നമ്മൾ കമ്പനിയിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരും. അത് കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യില്ല. അപ്പൊ ഈ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഓൺടർപ്രണർ ആവാൻ ട്രൈ ചെയ്യാം. പിന്നെ ഒരുപാട് കാര്യങ്ങൾ വേണം, പോസിറ്റീവായിട്ട് വരണം. അവർക്ക് ഓൺടർപ്രണർ മൈൻഡ് സെറ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളതിന്റെ ഒരു ഏർലി ഇൻഡിക്കേറ്റർ ആണ് ഈ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നത്. ഇതല്ലാതെ ഈ റിസ്ക് ടേക്കിംഗ് മെന്റാലിറ്റി എന്ന് പറയുന്നത് അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അഗെയിൻ റിസ്ക് ടേക്കിംഗ് മെന്റാലിറ്റിനെ ഞാൻ കംഫോർട്ട് സോണുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്യും. ഇപ്പം 20 വയസ്സുള്ള ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി പ്രശ്നമല്ല, ഈ പറഞ്ഞ പോലെ സോഷ്യൽ സ്റ്റാറ്റസും പ്രശ്നമല്ല. പക്ഷെ ഒരു 28 വയസ്സ് വരുമ്പം അല്ലെങ്കിൽ 26 വയസ്സ് വരുമ്പോൾ മേ ബി ഇത് വേണ്ടി വരും. കാരണം തൊട്ടടുത്ത് കല്യാണം കഴിക്കേണ്ടി വരും. അതല്ല ഒരു 30 years ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ മക്കളും കുട്ടികളൊക്കെ ആയി കഴിഞ്ഞാൽ മേ ബി അഗെയിൻ ഈ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് ഒരു പ്രശ്നമായിരിക്കും. അപ്പം നമ്മുടെ റിസ്ക് ടേക്കിംഗ് മെന്റാലിറ്റി ഒബ്വിയസ്ലി പോവും. അത് നമ്മുടെ ജീവിതത്തിന്റെ അപ്പോഴത്തെ നിലവാരം അനുസരിച്ച്, അല്ലെങ്കിൽ അപ്പോഴത്തെ സ്റ്റാറ്റസിനനുസരിച്ച്, അപ്പോഴത്തെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിക്ക് അനുസരിച്ചൊക്കെ ഈ റിസ്ക് ടേക്കിംഗ് മെന്റാലിറ്റിയിൽ പല വ്യത്യാസങ്ങൾ വരും. പക്ഷെ അവിടെയും നമുക്ക് ഉണ്ടാവുന്നത് ഈ കംഫോർട്ട് സോൺ ആണ്.
ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നത് ഒരു റിസ്ക് ടേക്കിംഗ് ആണ്. അത് ഒബ്വിയസ്ലി റിസ്ക് ആണല്ലോ. ഒരു കംഫർട്ട് സോൺ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നു, നമ്മൾ മറ്റൊരു സോണിലേക്ക് പോകുന്നു. അവിടെ കംഫർട്ട് ഉണ്ടാവാം, ഡിസ്കംഫർട്ട് ഉണ്ടാവാം, ഇതിലേതും ഉണ്ടാവാം. അതാണ് റിസ്ക്. ഞാൻ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും റിസ്ക് ടേക്കിംഗ് മെന്റാലിറ്റി ആണ്. അത് ബോത്ത് ഈക്വലി ഇമ്പോർട്ടന്റ്. കേസ് പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ സ്റ്റാർട്ടപ്പ് കൺസൾട്ടേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തൊരു പുള്ളി ചോദിച്ചു, റിസ്കിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ ഗൈഡ് ചെയ്തു കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കാനാണ് ഞാൻ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് തിരിച്ചു ചോദിച്ചു, സാറ് കാൽക്കുലേറ്റഡ് റിസ്ക് അല്ലായിരുന്നല്ലോ. പക്ഷേ ഞാൻ ആലോചിച്ചു, ഞാൻ സത്യമാണ്, ഞാൻ ഫ്രം ബൂട്ട് സ്ട്രാപ്പ് ആയിരുന്നു, ഫ്രം ഗ്രൗണ്ട് സീറോ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇനി വരുന്ന ഓൺടർപ്രണേഴ്സിന് ഈ കാൽക്കുലേറ്റഡ് റിസ്ക് ആണോ അതേ ഫുൾ റിസ്ക് എടുക്കുന്നതാണോ? ഒരു ബ്രൂട്ടലി ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും കാൽക്കുലേറ്റഡ് റിസ്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. നമ്മൾ ഒരു റിസ്കിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ നമ്മൾ ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് റിസ്ക് അല്ല. നമ്മൾ കാൽക്കുലേറ്റ് പോലും ചെയ്യാതെ നമ്മൾ ബ്രേവ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അതിനെ നമ്മൾ റിസ്ക് എന്ന് പറയുള്ളൂ. മറ്റേ നമ്മൾ കംഫർട്ടായി, നമ്മൾ ഓക്കെ റിസ്കുകളെല്ലാം അനലൈസ് ചെയ്തു, എന്നിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്ലാൻ ബി പ്ലാൻ സി ഒക്കെ നോക്കി, പിന്നെ അവിടെ റിസ്ക് ഇല്ല. റിസ്ക് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, പ്ലാൻ ചെയ്ത് ഒഴിവാക്കി. അപ്പൊ റിസ്ക് ടേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലത്തെ കംഫർട്ട് സോൺസ് ബ്രേക്ക് ചെയ്യൽ പരിപാടികളാണ് ശരിക്കും റിസ്ക്. അപ്പൊ കാൽക്കുലേറ്റഡ് റിസ്ക് എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല. പിന്നെ ഈ റിസ്ക് ടേക്കിംഗ് മെന്റാലിറ്റി എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റിലേക്ക് റിലേറ്റ് ചെയ്യുക, പേർപ്പസ് ഡ്രിവൺ ആണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പം ജെൻസിക്ക് അല്ലെങ്കിൽ നമ്മുടെ യൂത്തിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ പറയാം. നമുക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമായി, നമ്മൾ ഇഷ്ടം പറഞ്ഞു, നമ്മൾ റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ അത് ഇന്റർകാസ്റ്റ് ആവട്ടെ, ഇന്റർ റിലീജിയൻ ആവട്ടെ, ഇനി കാസർഗോഡും തിരുവനന്തപുരം തമ്മിലുള്ള കപ്പിളാവട്ടെ, ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ഇനി വലിയ ഏജ് ഡിസ്പാരിറ്റി ഉള്ള അല്ലെങ്കിൽ അബ്നോർമാലിറ്റി ഉള്ള കപ്പിളാവട്ടെ, ഇവര് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഏത് എക്സ്റ്റെന്റ് വരെയും പോകുന്ന ഒരുപാട് സ്റ്റോറീസ് നമ്മൾ കണ്ടിട്ടില്ലേ? അതെന്തുകൊണ്ടാ? അവർക്ക് അങ്ങനെ ഒരു വിഷൻ ഉണ്ട്, അങ്ങനെ ഒരു താല്പര്യം ഉണ്ട്, അവർക്ക് അത് പാഷനേറ്റാ. രണ്ടുപേരും പാഷനേറ്റ് ആയിരിക്കും ഫോർ സം റീസൺ. അവർ പാഷനേറ്റ് ആയതുകൊണ്ട് തന്നെ അവരുടെ മുന്നിലുള്ള എന്ത് ഹേർഡിലും അവർ ചാടി കിടക്കും, എന്ത് റിസ്ക്കും അവർ എടുക്കും. അപ്പം അവരോട് നമ്മൾ പറയാണ്, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള റിസ്ക് എടുത്താൽ മതി എന്ന് പറയുന്നതിൽ സെൻസ് ഇല്ല. കാരണം നമ്മൾ ഓൾറെഡി നമുക്കറിയാം പ്രേമത്തിന് എന്തില്ല, കണ്ണില്ല മൂക്കില്ല. അതുപോലെയാണ് ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ലൈഫും. കാരണം നമ്മുടെ മുന്നിൽ ഒരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലത്തിനെ നമുക്ക് സോൾവ് ചെയ്യണം. അതിൽ നമ്മൾ ഒബ്സസ്ഡാ. അത് സോൾവ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ഓടുന്നത് എങ്ങനെയാരോ, കണ്ണുമില്ല മൂക്കില്ല, അങ്ങനെ തന്നെയാണ് നമ്മൾ ഓടുന്നത്. അപ്പൊ അവിടെ കാൽക്കുലേറ്റഡ് റിസ്ക് എന്ന് പറഞ്ഞ ടേമിന് പ്രസക്തി ഇല്ല. അവിടെ റിസ്ക് വരികയാണെങ്കിൽ നമ്മൾ അത് എടുക്കുന്നു. കാരണം എന്താ, നമുക്ക് ഇവിടെ റിസ്ക് എടുക്കണോ, റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യണോ, ഇതല്ല നമ്മുടെ പ്രയോറിറ്റി. നമുക്ക് എത്താൻ ഒരു പോയിന്റ് ഉണ്ട്, അവിടേക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുന്നു അത് ചെയ്യുന്നു. അത് കാണുന്നവർക്കാണ് അത് റിസ്ക്, നമ്മൾ ചെയ്യുന്നവർക്കല്ല അത് റിസ്ക്. അത് കാണുന്നവർക്ക് ഭയങ്കര റിസ്ക് ആയിരിക്കും. ഇപ്പൊ ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് കടമുണ്ട്. ഒരു കടമുള്ള സമയത്താണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്കതൊരു പ്രോബ്ലം ആയിട്ട് തോന്നിയിട്ടില്ല. കാരണം ഞാൻ പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ അവിടെയും ഞാൻ കുറെ റിസ്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ റിസ്ക് ഒക്കെ എടുത്തത് എന്തിനാ? ഞാൻ പ്രേമിച്ച ആളെ എനിക്ക് കല്യാണം കഴിക്കാനും വേണ്ടിയിട്ടാണ്. ഇപ്പുറം ഞാൻ റിസ്ക് എടുത്തിട്ടുള്ളത് എന്താണ്? ഞാൻ ആ സ്റ്റാർട്ടപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയിട്ട് റിസ്ക് എടുത്തതാണ്. ഇത് രണ്ടും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള കാര്യം. ഞാൻ അതിൽ രണ്ടിലും ഭയങ്കര പാഷനേറ്റ് ആണ്, അതിൽ ഒബ്സസ്ഡ് ആണ്, അതിൽ ഞാൻ ഡെഡിക്കേറ്റഡ് ആണ്, അത് ഞാൻ ചെയ്യുന്നു. പക്ഷെ ഞാൻ എടുത്തതൊക്കെ റിസ്ക് ആണെന്ന് തോന്നുന്നത് ആർക്കറിയോ? എൻ്റെ വീട്ടുകാർക്ക്, എൻ്റെ നാട്ടുകാർക്ക്, എൻ്റെ ഫ്രണ്ട്സിനെ തോന്നുന്നത്. അവർ പല സമയത്ത് എന്നോട് പറയാറുണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കണം എന്നുള്ളത്. പക്ഷെ ഇപ്പൊ ഞാൻ സ്റ്റാർട്ടപ്പിനെ മാറ്റി നിർത്താം. എൻ്റെ റിലേഷൻഷിപ്പ് ലൈഫിന് അതിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് റിസ്ക് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അറ്റ് ലാസ്റ്റ് 2 റിസൾട്ടേ ഉള്ളൂ. ഒന്നെങ്കിൽ അവളെ കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ കഴിക്കാതിരിക്കാം. ഇതല്ലേ ഉള്ളൂ. ഇത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞാൻ ഇതിൽ എന്താ ചെയ്യാ? മനസ്സിലായി, ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് സ്റ്റാർട്ടപ്പിലും നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ? ഇത് അറ്റ് ദി ഏർലിയസ്റ്റ് സ്കെയിൽ ചെയ്യാം, ഇതിന് സക്സസ്ഫുൾ ആക്കാം. ഇത് മാത്രമേ നമുക്ക് ഓപ്ഷൻ ഉള്ളൂ. അതിൽ നമുക്ക് കുറച്ച് സക്സസ് ആക്കാം, അല്ലെങ്കിൽ സമയം എടുത്ത് സക്സസ് ആക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഇത് അറ്റ് ദി ഏർലിയസ്റ്റ്, ഇന്ന് രാത്രി പോസിബിൾ ആണെങ്കിൽ ഇന്ന് രാത്രി, നാളെ രാവിലെ ആണെങ്കിൽ നാളെ രാവിലെ സക്സസ് ആക്കുക, സ്കെയിൽ ചെയ്യുക. അതിൽ പിന്നെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു സമയവും സാവകാശം ഒന്നും ഇല്ല. ഓക്കെ, മനസ്സിലായി. നമുക്കിപ്പോൾ ഒരു ഐഡിയ ഉണ്ട്, അതെങ്ങനെ ഇത് മാർക്കറ്റ് ഫിറ്റ് ആണെന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എനിക്കിപ്പോൾ ഒരു ഐഡിയ ഉണ്ട്. ഞാൻ ആ ഒരു ഐഡിയയുടെ നിങ്ങളൊരു പൊട്ടൻഷ്യൽ കസ്റ്റമർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്തു, ഒരു ഏജ് കാറ്റഗറി അല്ലെങ്കിൽ ഡെമോഗ്രഫിക്സ് വെച്ചിട്ട്. ഇപ്പൊ ലെറ്റ്സ് സേ ഞാൻ ഇന്റർനെറ്റ് കേസിന് എടുക്കാം. നമ്മളൊരു ട്യൂഷൻ കോൺസെപ്റ്റ് ആണ്, നിങ്ങൾക്ക് 2 മക്കളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനെ ബെനിഫിറ്റ് ഉണ്ടാവും, നിങ്ങൾ പേ ചെയ്യുമോ? നിങ്ങൾ പേ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അടുത്ത ആളടുത്ത് ചോദിക്കും നിങ്ങൾ പേ ചെയ്യുമോ? ഒരു 5 പേരെടുത്ത് ചോദിച്ചിട്ട് അതിൽ 2 പേരെങ്കിലും പേ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? അവരോട് പേയ്മെന്റ് മേടിക്കുക. പേയ്മെന്റ് മേടിച്ചിട്ട് എന്ത് ചെയ്യുക? അവർക്ക് നമ്മൾ ക്ലാസ് കൊടുക്കുക. അതിന് ടെക് പ്ലാറ്റ്ഫോം ഒന്നും വേണ്ട, നമ്മൾ ഗൂഗിൾ മീറ്റ് വഴിയോ സൂം വഴിയോ, അതിനാണ് നമ്മൾ MVP എന്ന് പറയാം, മിനിമം വയബിൾ പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മിനിമം ആയിട്ടുള്ള ഏറ്റവും വയബിൾ ആയിട്ടുള്ള മെത്തേഡ്, അത് ഉപയോഗിച്ച് നമ്മൾ ആ പ്രൊഡക്റ്റ് കൊടുക്കുക.
എന്നിട്ട് അതിനെ സ്കെയിൽ ചെയ്യാനും വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ബിൽഡ് ചെയ്യേണ്ടത്. പീപ്പിൾ ബിൽഡ് ചെയ്യുക, പ്രോസസ്സ് ബിൽഡ് ചെയ്യുക, ടെക് ബിൽഡ് ചെയ്യുക, ഇതൊക്കെ അതിനെ സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഓൾറെഡി എന്ത് ചെയ്തു, നമുക്ക് ആ മാർക്കറ്റ് ഫിറ്റ് ഉണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തു. ഫസ്റ്റ് 100 സെയിൽസ് നമ്മൾ സെറ്റ് അത് അഗെയിൻ സെക്ടറിനനുസരിച്ചാണ്. ഇപ്പൊ B2B ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മേ ബി ഒരു 5-6 കസ്റ്റമേഴ്സ് മതി. B2C ആണെങ്കിൽ ചിലപ്പോൾ 100-500 വേണ്ടി വരും. ഓക്കെ, അല്ലെങ്കിൽ ഒരു ടാർഗറ്റഡ് എമൗണ്ട് അല്ലെങ്കിൽ ടാർഗറ്റഡ്. അതെ, അതായത് നമ്മുടെ ഉള്ളിൽ ഒരു ഫൗണ്ടറെ സംബന്ധിച്ച് ഫൗണ്ടർക്ക് ഉള്ളിൽ തോന്നും, ഓക്കെ ആൾക്കാർ ഇതിന് പേ ചെയ്യാൻ തയ്യാറാണ്, ഇത് മാർക്കറ്റ് ഫിറ്റ് ഉണ്ട്, ഇനി സ്കെയിൽ ചെയ്യാം. ഓക്കെ. ആ പോയിന്റിൽ അങ്ങ് സ്കെയിൽ ചെയ്തോളാം. ആ സമയത്ത് തന്നെയാണ് നമ്മൾ ഫണ്ട് റേസ് ചെയ്യേണ്ടതും ടീമിനെ സ്കെയിൽ ചെയ്യേണ്ടതും എല്ലാം. ഈ ഫണ്ട് റൈസിങ്ങിൽ വരുമ്പോൾ നമുക്ക് ഏതൊക്കെ ടൈപ്പാണ് ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റുന്നത്? ഒരുപാട് ടൈപ്പ് ഫണ്ട് റേസിംഗ് ഉണ്ട്. ഇപ്പം നമ്മൾ വെരി ഏർലി സ്റ്റേജ് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി നമുക്ക് ഗ്രാൻഡ്സ് അവൈലബിൾ ആണ്. ഗ്രാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ മുതൽ KSIDC അങ്ങനെ ഒരുപാട് ഏജൻസീസ്, നോഡൽ ഏജൻസീസ്, പിന്നെ ഇൻക്യുബേറ്റേഴ്സ്, ആക്സലറേറ്റേഴ്സ്, ഇവരൊക്കെ ഗ്രാൻഡ്സ് കൊടുക്കുന്നുണ്ട്. ഗ്രാൻഡ്സിന്റെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഐഡിയനെ MVP ആക്കാനും വേണ്ടിയിട്ടാണ് ഗ്രാൻഡ്സ് എടുക്കുന്നത്. നമുക്കൊരു ഐഡിയ ഉണ്ട്, അതിന് നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടവരുടെ അടുത്ത് പ്രസന്റ് ചെയ്യുന്നു, അവർക്ക് ഈ ഐഡിയക്ക് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് തോന്നുന്നു, ഇതൊരു ഗെയിം ചേഞ്ചർ ആണെന്ന് തോന്നുന്നു, അവർ നമുക്കൊരു ഫണ്ട് തരുന്നു. ഇത് തിരിച്ചു കൊടുക്കണ്ട, ഇത് തിരിച്ചു കൊടുക്കുകയും വേണ്ട, നമ്മൾ ഇതിന് ഇൻട്രസ്റ്റ് അടക്കണ്ട, ഒന്നും അടക്കണ്ട, EMI ഒന്നും അടക്കാനില്ല, അതിന് ഇക്വിറ്റിയും കൊടുക്കണ്ട. അത് ഗ്രാൻഡ് ആണ്. നമ്മൾ വാങ്ങുന്നു, നമ്മൾ ഐഡിയ MVP ആക്കുന്നു, അതിന് അവർ തിരിച്ച് ആഗ്രഹിക്കുന്നത് മേ ബി ഒരു റിപ്പോർട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ലൈക്ക് മേ ബി അത് എന്ത് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തു അതായിരിക്കാം. അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ തിരിച്ച് എക്സ്പെക്ട് ചെയ്യുക. പക്ഷെ അവർ മണി തിരിച്ച് എക്സ്പെക്ട് ചെയ്യില്ല, പൈസ തിരിച്ച് എക്സ്പെക്ട് ചെയ്യില്ല. അതാണ് ഗ്രാൻഡ്. ഇനി ഗ്രാൻഡ് അല്ലാതെ പിന്നെ നമുക്ക് വരുന്നതാണ് സീഡ് റൗണ്ടിൽ നമ്മൾ ഫാമിലി ഫ്രണ്ട്സിന്റെ അടുത്ത് ഫണ്ട് റേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രീ സീഡ് റൗണ്ടിൽ. പ്രീ സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു MVP ബിൽഡ് ചെയ്യണം, അതിനെ കുറച്ചും കൂടെ അടിപൊളിയാക്കി ബിൽഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇനീഷ്യൽ കുറച്ച് ഹയറിങ്സ് നടത്താൻ, അല്ലെങ്കിൽ ചില ഹാർഡ്വെയർ പ്രോഡക്ട്സ്. ഇപ്പൊ നമുക്കൊരു അപ്പാരൽ ബ്രാൻഡാണ്, അപ്പൊ മേ ബി നമുക്ക് ഇനീഷ്യലി കുറച്ച് ക്വാണ്ടിറ്റി അപ്പാരൽസ് മാനുഫാക്ചറേഴ്സിന്റെ അടുത്ത് എടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പ്രീ സീഡ് റൗണ്ട് നമുക്ക് ഫണ്ട് റേസ് ചെയ്യാം. അത് ഫാമിലി ഫ്രണ്ട്സിന്റെ അടുത്താണ് നോർമലി റേസ് ചെയ്യുന്നത്. അതായത് നമ്മളടുത്ത് ഒരു ബിസിനസ് മോഡൽ ഇല്ല, റവന്യൂ ഇല്ല, ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ ട്രസ്റ്റ് ചെയ്യണം. അത് ആരായിരിക്കും ട്രസ്റ്റ് ചെയ്യുക? നമ്മുടെ ഫാമിലി ആയിരിക്കും, നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും. ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യമാണ്. ഇപ്പൊ എന്റെ ഫാമിലി എന്റെ ഫ്രണ്ട്സ് എന്നെ ട്രസ്റ്റ് ചെയ്തത് എന്നുള്ളതുകൊണ്ട് ചിലപ്പം നിങ്ങളത് ചെയ്യണമെന്നില്ല. അത് ഓരോ ഫാമിലിക്കും ഓരോ ഫ്രണ്ട് സർക്കിളിനും അനുസരിച്ചിരിക്കും. ബട്ട് ഫാമിലി ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മളെ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അവർക്ക് നമ്മുടെ ബ്രാൻഡിന് കൺവേ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മുടെ ബിസിനസ് മോഡൽ കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നും കൺവിൻസ് ചെയ്യേണ്ട. നമ്മൾ പറയുന്നു എനിക്ക് ഇത്ര പൈസ വേണം ഇന്ന കാര്യത്തിന്, അങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് നമ്മളിത് തരുന്ന കുറച്ച് ആൾക്കാർ, അവരുടെ അടുത്ത് നമ്മൾ ഏർലി സ്റ്റേജിൽ റേസ് ചെയ്യാൻ നോക്കുക. അതാണ് നമ്മൾ പ്രീ സീഡ് റൗണ്ടിൽ ഫാമിലി അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട്സ് റൗണ്ട് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമുക്കൊരു MVP ആയി കഴിഞ്ഞാൽ നമുക്ക് ഇനീഷ്യൽ കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് സീഡ് റൗണ്ട്. ഇപ്പൊ നോർമലി സീഡ് റൗണ്ടിലാണ് നമ്മൾ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരുന്നത്. ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി HNIs അല്ലെങ്കിൽ NRIs ഒക്കെയാണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ആവുക. അതായത് അവര് ഒരു ടിപ്പിക്കൽ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കില്ല, മേ ബി ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്മ്യൂണിറ്റി ആയിരിക്കാം, പക്ഷെ ചെറിയ ടിക്കറ്റിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഒരു 25 lakh അല്ലെങ്കിൽ 50 lakh ചെക്ക് ഒക്കെ കൊടുക്കുന്നവരാണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്. അല്ലെങ്കിൽ ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്, ഏഞ്ചൽ നെറ്റ്വർക്ക്സ്. ഇപ്പം കേരളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കേരള ഏഞ്ചൽ നെറ്റ്വർക്ക്, മലബാർ ഏഞ്ചൽ നെറ്റ്വർക്ക്, പിന്നെ കോഴിക്കോട് ബേസ്ഡ് ആയിട്ട് സ്പാർക്ക് ഏഞ്ചൽസ്, കാസർഗോഡ് ബേസ്ഡ് ആയിട്ട് ഫോർട്ട് ഏഞ്ചൽസ്, ഇപ്പൊ പാലക്കാടും തൃശ്ശൂരൊക്കെ വരുന്നുണ്ട്. ഒരു ഫിനിക്സ് ഏഞ്ചൽസ് എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരുണ്ട്. ഇപ്പൊ ട്രിവാൻഡ്രം ഏഞ്ചൽ നെറ്റ്വർക്ക് വരുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഏഞ്ചൽ നെറ്റ്വർക്ക്സ്. അപ്പൊ ഏഞ്ചൽ നെറ്റ്വർക്സിന്റെ ഒരു സ്വഭാവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 50 ലക്ഷം ഒരാൾ ഇടൂല, പകരം ഒരു 2.5 ലക്ഷം വെച്ചിട്ട് 20 ആളിടും. എന്നിട്ട് അതിനൊരു AF ആക്കിയിട്ട് ഒരു ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ആക്കിയിട്ട് അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ ആക്കിയിട്ട് അതിനൊരു ക്യാപ് ടേബിളിൽ ഒരു സിംഗിൾ ആളായിട്ടോ അല്ലെങ്കിൽ മേ ബി മൾട്ടിപ്പിൾ ആളുകളായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ ഇതാണ് ഏഞ്ചൽ റൗണ്ട്. ഇതിൽ വ്യക്തികളായിരിക്കും എമൗണ്ട് ഇടുക, ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിരിക്കില്ല. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടിങ് ആണ് നമുക്ക് സീരീസ് A അല്ലെങ്കിൽ പ്രീ സീരീസ് A റൗണ്ട് മുതൽ അങ്ങോട്ടുള്ള എല്ലാ റൗണ്ട്സിലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫണ്ട്സ് വരിക. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻറ്റിറ്റി, ഒരു ലീഗൽ എൻറ്റിറ്റി ആയിരിക്കും ഫണ്ട് ഇടുക. ഇത് നോർമലി ഒരു 2 crore അല്ലെങ്കിൽ 3 crore മുതൽ ഇവിടുന്ന് അങ്ങോട്ട് ഒരു 100,000 2,500 crore എത്രയല്ലേ $1 million $1 billion ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ VC ഫേംസ് ആണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതുപോലെ തന്നെ ഫാമിലി ഫണ്ട്സ് ഉണ്ടാവും. ഫാമിലി ഫണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഫാമിലീസിന്, അതായത് ജനറേഷണൽ വെൽത്ത് ഉള്ള ഫാമിലീസിന് അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ഓഫീസേഴ്സ് ഉണ്ടാവും, ഫാമിലി ഫണ്ട്സ് എന്ന് പറയുന്നത്. പുറത്തൊക്കെ ഭയങ്കര കോമൺ ആണ്. ഇപ്പൊ സിംഗപ്പൂർ, അതുപോലെ UK US ഒരുപാട് ഫാമിലി ഫണ്ട്സ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലും കണ്ടുവരുന്നുണ്ട്. ജനറേഷനിൽ, അതായത് 150 വർഷങ്ങളായിട്ട് അവർ വെൽത്തി ആയിരിക്കും. അവര് മേ ബി ബിസിനസ്സുകളൊന്നും ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അവർ ഇൻവെസ്റ്റ്മെന്റ് ഫേംസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതിനാണ് ഫാമിലി ഓഫീസേഴ്സ് എന്ന് പറയാ, ഫാമിലി ഫണ്ട്സ്. അപ്പൊ അവരും ഇതുപോലെ വലിയ ചെക്സ് എഴുതുന്നവരായിരിക്കും. അപ്പം അതാണ് അടുത്ത കൈൻഡ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഉള്ളത്. ഇതിൽ നമ്മുടെ റൗണ്ട് ഏതാണ്, നമ്മുടെ ആവശ്യം എന്താണ്, നമ്മുടെ സ്റ്റേജ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോകാന്നുള്ളത്. നമുക്ക് ഈ ഇൻവെസ്റ്റേഴ്സിനെ എടുക്കുമ്പോൾ
നമുക്ക് അവർക്ക് റിട്ടേൺസ് കൊടുക്കണമല്ലോ, അതെങ്ങനെയായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമുക്ക് എന്തായാലും ഒരു ഐഡിയ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അങ്ങനെയുള്ള സ്റ്റേജിൽ എല്ലാ ഇൻവെസ്റ്റേഴ്സും നമ്മളിൽ കാശ് തരുന്നത് അവർക്ക് അതിൻ്റെ എത്രയോ ഒരു ഇരട്ടി തിരിച്ചു കിട്ടാനും വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾക്ക് നമ്മളുടെ ജേണി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഐഡിയ എങ്കിലും വേണം. അപ്പം ചില ഫൗണ്ടേഴ്സൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാറുണ്ട്, ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു 25 lakhs വേണം, ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഒരിക്കലും ഫണ്ട് വേണ്ട എന്നുള്ളതൊക്കെ. അതൊക്കെ ശരിക്കും തെറ്റായ കാരണം ഒരിക്കലും ഇൻവെസ്റ്റർ എടുത്ത് പോയിട്ട് അങ്ങനെ പറയാൻ പാടില്ല. കാരണം ഫ്യൂച്ചർ റൗണ്ട്സ് ഇല്ലെങ്കിൽ അവർക്ക് എക്സിറ്റ് കിട്ടാനുള്ള പ്രോബിലിറ്റി കുറവാണ്. അവർക്ക് ഒന്നെങ്കിൽ SME IPO പോകണം, അല്ലെങ്കിൽ IPO പോകണം, എന്നാൽ മാത്രം, അല്ലെങ്കിൽ ഒരു അക്വിസിഷൻ സംഭവിക്കണം, എന്നാലാണ് എക്സിറ്റ് കിട്ടുകയുള്ളൂ. പക്ഷേ ഈ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇവരൊക്കെ ഒരു സീരീസ് ബി അല്ലെങ്കിൽ സീരീസ് സിയിൽ എക്സിറ്റ് അടിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ എക്സിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു കമ്പനിയിൽ 1 crore വാല്യൂഷനിൽ 10 lakh ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ 1 crore വാല്യൂഷനിൽ 10 lakh ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 10% ഉണ്ട്. അപ്പം 10 lakh കൊടുത്തു, എനിക്ക് 10% കിട്ടി. നാളെ ഈ കമ്പനിനെ 100 crore വാല്യുവേഷനിൽ ഒരു കമ്പനി ഫണ്ട് റേസ് ചെയ്യുമ്പോൾ ആ കമ്പനി വേറെ കമ്പനിയിൽ നിന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടിങ് എടുക്കുമ്പോൾ 100 crore വാല്യുവേഷനിൽ എൻ്റെ 10% എത്ര ആയിട്ടുണ്ടാവും? ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി 10 crore ആയിട്ടുണ്ടാവും. അപ്പോൾ ആ 10 lakh ഇട്ടിട്ട് 10 crore എടുക്കുക എന്നുള്ളതാണ് ആസ് ഇൻവെസ്റ്റർ എൻ്റെ മോട്ടീവ്. അപ്പം ഫൗണ്ടർ എന്നുള്ള പെർസ്പെക്റ്റീവിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഇവർക്ക് എങ്ങനെ എക്സിറ്റ് കൊടുക്കാം എന്നുള്ളതായിരിക്കണം. അപ്പം നമ്മൾ നമ്മുടെ ജേണി പറയുമ്പം, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് തീസിസ് പറയുമ്പോൾ അവർക്ക് കൺവേ ആവണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് വിസിബിൾ ആയിരിക്കണം ഈ എക്സിറ്റ്. അപ്പം നമ്മൾ പറയണം, നമ്മൾ ഇത്ര സമയമാകുമ്പോൾ ഇങ്ങനെ ഫണ്ട് റേസ് ചെയ്യും, ഇതാണ് നമ്മുടെ പ്ലാൻ, നമ്മുടെ റവന്യൂ ഇങ്ങനെ കൊണ്ടുവരാനാണ് പ്ലാൻ. അപ്പോൾ അതൊക്കെ അവർക്ക് കൺവിൻസ് ആകുമ്പോഴാണ് ആ ഒരു ഫണ്ടിങ് അവിടെ നടക്കുന്നത്. അപ്പം ബേസിക്കലി ആ ഒരു ഫോമോ ക്രിയേറ്റ് ചെയ്യലാണ് ഇൻവെസ്റ്റേഴ്സിന്റെ മുന്നിൽ നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായി. ഇപ്പോൾ ബേസിക്കലി ഇപ്പോൾ കേരളത്തിൽ ഉള്ള ഇൻവെസ്റ്റേഴ്സ് മന്ത്ലി റിട്ടേൺസ് ഒക്കെ അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ലെവലിലൊക്കെയാണ്. അതെ, ഇത് എക്സാക്ട്ലി അങ്ങനെയാണ്. പക്ഷെ എന്താ പറയുക, അതിപ്പോഴും ഉണ്ട്, അത് മാറൂല. അത് കാലാകാലങ്ങളുണ്ടാവും മന്ത്ലി റിട്ടേൺ വരുന്നത്. അതിന് ഇൻവെസ്റ്റ്മെന്റ് എന്നല്ല പറയാം, അതിന് പലിശക്ക് പണം കൊടുക്കുക എന്ന് പറയാം. ലിറ്ററലി അതാണ് പറയാം. ഒന്നെങ്കിൽ പലിശക്ക് പണം കൊടുക്കുക എന്ന് പറയാം, അല്ലെങ്കിൽ ലോൺ കൊടുക്കുക എന്ന് പറയാം. അത് NBFCs ഒരുപാടുണ്ട്, അല്ലെങ്കിൽ ഏജൻസീസ് ഒരുപാടുണ്ട് അങ്ങനെ ചെയ്യുന്നത്. ഇനി അല്ല വ്യക്തികളും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതിനെ ഒരിക്കലും നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണൂല. കാരണം അത് ഇൻവെസ്റ്റ്മെന്റ് അല്ല. അത് ഇനി ഈവൻ കമ്പനി പൂട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കമ്പനി ഡിസോൾവ് ആയി കഴിഞ്ഞാൽ അത് ഡയറക്ടേഴ്സ് കൊടുക്കണമല്ലോ. കാരണം അത് ടു ദി ഡയറക്ടർ ആയിരിക്കും മോസ്റ്റ് ഓഫ് ദി കേസസിലും സംഭവിക്കുക. ഡയറക്ടേഴ്സ് ഇത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ നമ്മൾ നോർമലി സംസാരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്സിൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് അങ്ങനെയല്ല. അത് കമ്പനി ഡിസോൾവ് ആയി കഴിഞ്ഞാൽ മേ ബി ഒരു പരിധി വരെ ലിമിറ്റഡ് ലയബിലിറ്റി ആണ് ഡയറക്ടേഴ്സിന് ഉണ്ടാവുകയുള്ളൂ. ഇൻവെസ്റ്റേഴ്സിന് അത് പോലെ, കാരണം ഇൻവെസ്റ്റേഴ്സ് അത് വെറ്റ് ചെയ്യാണ്, അവരും ആ റിസ്ക് എടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് അവരും എടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ റിസ്ക് ഇല്ലല്ലോ. ഇത് ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കുന്ന പോലെ തന്നെയല്ലേ. അതിപ്പോ ഈവൻ ഗൂഗിൾ പേയും ഫോൺ പേയും എന്തിന് എയർടെൽ വരെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പേഴ്സണൽ ലോൺ തരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഈ പറഞ്ഞ ഇത്തരം കേസുകൾ ഞാൻ കണ്ടിട്ടുള്ളത് പേഴ്സണൽ ലോണിനേക്കാൾ ഇൻട്രസ്റ്റ് ഉണ്ട് പല സ്ഥലത്തും. അത് നമ്മൾ ഡെസ്പറേറ്റ് ആവുന്നത് കൊണ്ടാണ് നമ്മൾ ആ ഫണ്ട് എടുക്കേണ്ടി വരുന്നത്. അപ്പം എഗെയിൻ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ട്രൈ ചെയ്യുന്നില്ല. എക്സാക്ട്ലി, നമ്മളൊരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ എപ്പോൾ ഫണ്ട് എടുക്കണം എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെസ്പറേറ്റ് ആകുമ്പോഴല്ല നമ്മൾ ഫണ്ട് എടുക്കേണ്ടത്. ഒരിക്കലും നമ്മൾ ഡെസ്പറേറ്റ് ആകുമ്പോൾ ഫണ്ട് എടുക്കരുത്. കാരണം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് നമ്മുടെ ഡെസ്പറേഷൻ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അവരതിനെ മുതലെടുക്കും. അത് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിലും മുതലെടുക്കും, ഇനി ലോൺ കൊടുക്കുന്നവരാണെങ്കിലും മുതലെടുക്കും. ലോൺ കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏത് ഇൻട്രസ്റ്റ് റേറ്റും പറയാം. ഇക്വിറ്റിയിലാണ് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ വാല്യുവേഷൻ നന്നായിട്ട് ചവിട്ടും. കാരണം നമ്മൾ ഡെസ്പറേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഏത് വാല്യുവേഷൻ എഗ്രി ചെയ്യും. നമ്മൾ എപ്പോഴാണ് ഫണ്ട് റേസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയിൽ നമ്മൾ എന്ത് ചെയ്തു, നല്ലൊരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്തു, അതിനൊരു മാർക്കറ്റ് ഫിറ്റ് ഉണ്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, നമ്മൾ അതിനെ പ്രോഫിറ്റബിൾ ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ സ്കെയിൽ ചെയ്യാം. ഫണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് പ്രോഫിറ്റബിൾ ആയിട്ട് പോകും. ആ ഒരു സ്റ്റേജാണ് ഏറ്റവും അടിപൊളി മൊമെന്റ് ഫണ്ട് റേസ് ചെയ്യാൻ. കാരണം ഇപ്പൊ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാനുള്ള, ഇപ്പോൾ ആസ് ഓഫ് നൗ അല്ലെങ്കിൽ ആസ് ഓഫ് ടുഡേ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാനുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു പ്രോഫിറ്റബിൾ പ്രൊഡക്റ്റ് ആണ്. പ്രോഫിറ്റബിൾ പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് മിഠായിയുടെ മേലെ ഈച്ച വരുന്നത് പോലെ വന്നിരിക്കും. അപ്പൊ നമുക്കൊരു പ്രോഫിറ്റബിൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, അങ്ങനെ പ്രോഫിറ്റബിൾ പ്രൊഡക്റ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയിക്കുക, സെല് ചെയ്യുക, ഇൻവെസ്റ്റേഴ്സിനെ അറിയിക്കുക. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈസിലി നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഡിസൈഡ് ചെയ്യാം ആരെ ഫണ്ട് എടുക്കണം, എത്ര എടുക്കണം. ഇപ്പൊ കേരളത്തിൽ തന്നെ ഒരുപാട് ഫൗണ്ടേഴ്സിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവർക്ക് ഇപ്പോൾ ഒരു 8 crore ആയിരിക്കും ആവശ്യം ഉണ്ടാവുക, പക്ഷെ അവർക്ക് 15 crore കമ്മിറ്റ്മെന്റ് വരുന്നു, 20 crore കമ്മിറ്റ്മെന്റ് വരുന്നു. അവരെന്നിട്ട് ഒരു 10 crore എടുക്കുന്നു, ബാക്കി വേണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണ് ശരിക്കും ഫണ്ട് റേസ് ചെയ്യേണ്ടത്. അങ്ങനെ ഫണ്ട് റേസ് ചെയ്യുന്നത്. ഈ ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ട് തന്നെ ഒരു സ്റ്റാർട്ടപ്പിന്റെ സ്റ്റോറി ഞാൻ എടുത്തു കേട്ടേ ഉള്ളൂ. അങ്ങനെയാണ് ശരിക്കും ഫണ്ട് റേസ് ചെയ്യേണ്ടത്. നമ്മൾ ഡെസ്പറേറ്റ് ആയിട്ട് ഫണ്ട് റേസ് ചെയ്യുന്നതിന് ശരിക്കും നമ്മളൊരു നല്ല ഫണ്ട് റേസിംഗ് സ്ട്രാറ്റജി ആയിട്ട് പറയാൻ പറ്റത്തില്ല. മനസ്സിലായി. അപ്പോൾ ഈ ഫണ്ട് റേസിങ് കഴിഞ്ഞതിന് ശേഷം ആ ഫണ്ട് മാനേജ്മെന്റ് സിസ്റ്റം ബിൽഡ് ചെയ്യണമല്ലോ, അതെങ്ങനെയായിരിക്കും പ്രോപ്പർലി സെറ്റ് ചെയ്യേണ്ടത്?
ഈ ഒരു ചോദ്യത്തിൽ വേറൊരു ആംഗിൾ ആദ്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആളുകൾ, ചില സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ഫണ്ട് റേസിങ്ങിന് ഒരു അക്കംപ്ലിഷ്മെന്റ് ആയിട്ട് കാണാറുണ്ട്, അല്ലെങ്കിൽ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് കാണാറുണ്ട്, ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യുന്നു. പക്ഷെ ഒരിക്കലും ഫണ്ട് റേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു റൗണ്ട് ചെയ്യുന്നത് ഒരിക്കലും ഒരു അക്കംപ്ലിഷ്മെന്റ് അല്ല, ഒരു അച്ചീവ്മെന്റ് അല്ല. അത് നമുക്കൊരു ഫ്യൂവല് മാത്രമാണ്. അതായത് നമ്മുടെ കമ്പനി ഇപ്പോൾ ഒരു സ്റ്റേജിലുണ്ട്, അതിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് എത്തിക്കാനുള്ള ഫ്യൂവലാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പാത്ത് വേ നമ്മുടെ മുന്നിൽ ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ഫണ്ട് റേസ് ചെയ്യുമ്പോൾ നമ്മൾ ആ പാത്തിലൂടെ പോകുന്നു, നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തുന്നു. പക്ഷേ ഇങ്ങനെ ഒരു പാത്ത് വേ ഇല്ല. പകരം നമ്മുടെ ഏക മൈൽ സ്റ്റോൺ എന്താ, ഫണ്ട് റേസ് ചെയ്യണം. നാട്ടിലെ എല്ലാ സ്റ്റാർട്ടപ്പും ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട്, നമുക്കും ഫണ്ട് റേസ് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫണ്ട് റേസ് ചെയ്തിട്ടാണ് നമ്മൾ ആലോചിക്കുക ഇനി ഈ ഫണ്ട് എങ്ങനെ യൂസ് ചെയ്യണം. അപ്പൊ സ്വാഭാവികമായിട്ടും മിസ്മാനേജ്മെന്റ് സംഭവിക്കും, ക്യാപിറ്റൽ അലൊക്കേഷൻ പാളും, ബജറ്റിംഗ് പാളും, ഫിനാൻഷ്യൽ പ്ലാനിങ് പാളും, എല്ലാം പാളും. അങ്ങനെയാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ വൻ ക്രൈസിസ് വരാറുള്ളത്. പക്ഷെ നമ്മൾ ഓൾറെഡി ഒരു കറക്റ്റ് പ്ലാനോട് കൂടി എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ട് നമുക്ക് ഇത്ര ഫണ്ട് വേണം, ആ ഫണ്ട് റേസ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ബി എന്ന പോയിന്റിലേക്ക് എത്തിക്കാനുള്ള വഴിയിലൂടെ മാത്രമേ അത് സ്പെൻഡ് ചെയ്യുള്ളൂ. പിന്നെ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ബിയിൽ എത്തിയിട്ടുണ്ടാവും. പിന്നെ നമുക്കറിയാം ബിയിൽ നിന്ന് എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഫണ്ട് റേസ് ചെയ്യുന്നവർക്കാണ് ഇത് പാടുന്നുള്ളൂ. അല്ലാതെ ആ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങും ബജറ്റിങ്ങും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ലൊക്കേഷനെ കുറിച്ചൊക്കെ ക്ലാരിറ്റി ഉണ്ടായിട്ട് ഫണ്ട് റേസ് ചെയ്യുന്നവർക്ക് നോർമലി ഇത് സംഭവിക്കാറില്ല. ഓക്കെ, നമുക്ക് ഈ ഫണ്ട് റേസിങ്ങിന് പോകുമ്പോൾ പിച്ച് ഡെക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമല്ലോ, എങ്ങനെയായിരിക്കണം ഒരു പ്രോപ്പർ പിച്ചിങ്? പിച്ച് ഡെക്കിന് ഇപ്പം നോർമലി ഫോർമാറ്റ്സ് ഒക്കെ ഉണ്ട്. അത് ബേസിക്കലി നമ്മുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് പറയുന്നു, അതുപോലെ നമ്മുടെ സൊല്യൂഷൻ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, നമ്മുടെ മാർക്കറ്റ് സൈസ് പറയുന്നു, നമ്മുടെ ടീമിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നു, കോമ്പറ്റീറ്റേഴ്സിന്റെ ഒരു അനാലിസിസ് ജസ്റ്റ് ഒരു പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് ചില കോമ്പറ്റീറ്റേഴ്സിന്റെ പേരിട്ട് കഴിഞ്ഞ ഡെക്കിൽ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്താണ് ഇവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹൗ ബിഗ് ദ മാർക്കറ്റ് ഈസ് എന്നുള്ളത് ചില നെയിംസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് കോമ്പറ്റീറ്റേഴ്സിന്റെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാറുണ്ട്, ഇൻഫോർമേഷൻസ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാറുണ്ട്. അതുപോലെ നമ്മുടെ ടീമിന്റെ സ്ട്രെങ്ത്, നമ്മുടെ നെക്സ്റ്റ് പ്ലാൻസ്, എത്ര ഫണ്ട് റേസ് ചെയ്യുന്നു, ഇതൊക്കെയാണ് നോർമലി ഒരു പിച്ച് ഡെക്കിന്റെ കോണ്ടന്റ്സ് എന്ന് പറയുന്നത്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇപ്പൊ നമ്മൾ ഏതെങ്കിലും VC ഫേംസിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ഏഞ്ചൽ നെറ്റ്വർക്സിലേക്കൊക്കെ പിച്ച് ഡെക്ക് കൊടുക്കുമ്പോൾ പിച്ച് ഡെക്ക് ഒരു പരിധി വരെ നമ്മളെ ഒരു സ്റ്റേജിൽ നിന്ന്, ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് എത്തിക്കാനേ സഹായിക്കുകയുള്ളൂ. അതായത് ഇനീഷ്യലി കുറെ ഏജൻസ് അല്ലെങ്കിൽ സ്റ്റാഫ് ആയിരിക്കും ഇത് ഹാൻഡിൽ ചെയ്യുക. ആ സ്റ്റാഫിൽ നിന്നും തൊട്ടടുത്ത ആളിലേക്ക് എത്തിക്കാനൊക്കെ ആയിരിക്കും പിച്ച് ഡെക്ക് ഹെൽപ്പ് ചെയ്യുക. അപ്പം അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ പിച്ച് ഡെക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു ഇൻവെസ്റ്റർ എടുത്ത് പിച്ച് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ആസ് എ ഇൻവെസ്റ്റർ എൻ്റെ മുന്നിൽ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ വന്നിരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ആദ്യത്തെ കാര്യം എന്തായിരിക്കും അറിയോ, ഇതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ? അതെ, ഇതാണ് ഞാൻ ചിന്തിക്കുന്ന ആദ്യത്തെ കാര്യം. അപ്പം മേജർലി എല്ലാ ഇൻവെസ്റ്റേഴ്സും ചിന്തിക്കൽ ഇത് തന്നെയാണ്. അപ്പം ഞാൻ ആസ് എ ഫൗണ്ടർ ഒരു ഇൻവെസ്റ്ററെ മുന്നിൽ വന്നിരിക്കുമ്പോൾ ഞാൻ ചെയ്യേണ്ടത് എന്താ, ഞാൻ ആ പിച്ച് കഴിഞ്ഞ് പോകുമ്പോൾ എൻ്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഇവർക്ക് ഭയങ്കര നഷ്ടമാണ് എന്നുള്ളൊരു തോന്നൽ കൊണ്ടുവരണം. അതാണ് റൈറ്റ് പിച്ച്. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ ഫോമോ ക്രിയേറ്റ് ആയി. ഫോമോ ക്രിയേറ്റ് ആകുമ്പോഴാണ് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അല്ലാതെ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യില്ല. അവർക്ക് ആ ഫിയർ വരണം, പക്ഷെ ഞാൻ ഈ സ്റ്റാർട്ടപ്പിനെ മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എനിക്ക് വലിയ നഷ്ടമാണ് എന്നുള്ളത്. അതായിരിക്കണം പിച്ച്, അതായിരിക്കണം നമ്മൾ പിച്ചിൽ കൺവേ ചെയ്യേണ്ട കാര്യം. ഓക്കെ ഓക്കെ, മനസ്സിലായി. ഇപ്പോൾ റമീസ് പിച്ച് ചെയ്തപ്പോൾ ഈ VC ഇൻവെസ്റ്റേഴ്സ് ചോദിച്ച രസകരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഉണ്ടോ? രസകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം രസകരം തന്നെയാണ്. നമ്മൾ ഉത്തരം മുട്ടുന്നത് ഒരു രസമാണ്, നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഉത്തരം പറയുന്നത് ഒരു രസമാണ്. എല്ലാം ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഒരു ലേണിംഗ് പ്രോസസ് ആയിരുന്നു ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് പിച്ച് ചെയ്യുന്നത്, അവരുമായിട്ട് സംസാരിക്കുന്നതൊക്കെ. അതിൽ എടുത്തു പറയാനാണ് എന്നുണ്ടെങ്കിൽ, ഞാൻ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫേമിൽ അപ്ലൈ ചെയ്തു, പിച്ച് ഡെക്ക് അപ്ലോഡ് ചെയ്തു. എന്നിട്ട് ആദ്യം അവരുടെ പ്രിൻസിപ്പൽ അസിസ്റ്റൻസ് വരും. പല ഫേമിലും പല പേരാണ്, ഒരു ഡെസിഗ്നേഷൻ എനിക്ക് ഓർമ്മയില്ല, ഒരു VC തന്നെയാണ്, പക്ഷെ ജൂനിയർ ലെവലാണെന്ന് തോന്നുന്നു. അവര് വന്ന സമയത്ത് അവര് എന്നെ കണ്ടു, ഞങ്ങൾ സംസാരിച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് ബ്രാൻഡിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ അവർ വീട്ടിലിരുന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവരുടെ അടുത്ത് ഞാൻ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേ റൂമിൽ അവരുടെ സിബ്ലിങ് ഇന്റർവെൽ പഠിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അത് ഇന്റർവെൽ ആണെന്ന് അവർക്ക് അറിയില്ല, കാരണം അവരുടെ പാരന്റ്സ് അറേഞ്ച് ചെയ്ത് കൊടുത്ത ക്ലാസ് ആണ്. അപ്പൊ ഇങ്ങനെ എന്റെ അനിയനും ഇങ്ങനെ പഠിക്കുന്നുണ്ട്, അവനിപ്പോ ഇങ്ങനെ ഇതുപോലത്തെ ഒരു സിമിലർ പ്ലാറ്റ്ഫോമിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരിക്കലും റിലേറ്റ് ചെയ്യുന്നില്ല, കാരണം ആള് കേരളത്തിലല്ല, പുറത്തുള്ള ഒരു ഫേമിൽ വർക്ക് ചെയ്യുക. അപ്പൊ ഒരിക്കലും റിലേറ്റ് ചെയ്യുന്നില്ല, നമ്മൾ ചിന്തിക്കുന്ന പോലും ഇല്ല അതൊരിക്കലും ഇന്റർവെൽ ആവുന്നില്ല. ഇന്റർവെൽ കേരളത്തിന് പുറത്ത് കസ്റ്റമേഴ്സ് കുറവായിരുന്നു ആ സമയത്ത്. അപ്പം ഇങ്ങനെ ഒരു സിമിലർ പ്ലാറ്റ്ഫോം, അപ്പൊ ഞാൻ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ജസ്റ്റ് ചോദിച്ചു ഏതാണ് ആ പ്ലാറ്റ്ഫോം, നമുക്ക് കോമ്പറ്റീറ്റർ ആയിരിക്കുമല്ലോ, അപ്പൊ അറിയാനും വേണ്ടിയിട്ടാണെന്നുള്ളത്. അപ്പം അയാൾ പോയിട്ട് അനിയനോട് ചോദിച്ചു ഏതാ പ്ലാറ്റ്ഫോം എന്നുള്ളത്.
അപ്പൊ അവർ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഓക്കെ. എന്നിട്ട് പിന്നെ അവർ തിരിച്ചു വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പിന്നെ നമ്മൾ കുറെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അവർക്കും ഭയങ്കര വണ്ടറായി. പിന്നെ ഞാൻ ആ പിച്ചിൽ പ്രത്യേകിച്ച് വേറൊന്നും പറഞ്ഞില്ല. എനിക്ക് ആ റൗണ്ടിൽ നിന്നും അടുത്ത റൗണ്ടിലേക്ക് ആ കോൺവെർസേഷൻ കൊണ്ടുപോകാൻ ആ ഒരു കാര്യം മാത്രം മതിയായിരുന്നു. അത് ഭയങ്കര ഒരു സാറ്റിസ്ഫൈങ് മൊമെന്റ് ആയിരുന്നു. കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? ഒരു കോമൺ ആയിട്ടില്ല. ഇപ്പം കോമൺ ആയിട്ട് ഇൻ ദ സെൻസ് നമ്പേഴ്സ് ചോദിക്കും. നമ്പേഴ്സ്, അതായത് ഒരു സമയം കഴിഞ്ഞപ്പോൾ അപ്പം കോവിഡിന് ശേഷം എല്ലാവർക്കും യൂണിറ്റ് എക്കണോമിക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിറ്റ് എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂസർ ചെയ്യുന്ന ബിസിനസ്, അതാണ് യൂണിറ്റ് എക്കണോമിക്സ്. ഒരു യൂസർ ചെയ്യുന്ന ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സ്വിഗ്ഗി ആണെന്നുണ്ടെങ്കിൽ ഒരു ഓർഡറിലുള്ള ബിസിനസ്, അല്ലെങ്കിൽ സൊമാറ്റോ ആണെന്നുണ്ടെങ്കിൽ ഒരു ഓർഡറിലുള്ള ബിസിനസ്, അതല്ല നെറ്റ്ഫ്ലിക്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രിപ്ഷനിൽ കിട്ടുന്ന ബിസിനസ്, അല്ലെങ്കിൽ ഓയോലാണെന്നുണ്ടെങ്കിൽ ഒരാൾ റൂം എടുക്കുമ്പോൾ ഉണ്ടാവുന്ന എക്കണോമിക്സ്. അതുപോലെ ഇപ്പൊ ഇന്റർവെല്ലിൽ ഒരു കുട്ടി അഡ്മിഷൻ എടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന മൊത്തം എക്കണോമിക്സ്. ഇപ്പൊ ഇന്റർവെല്ലിന്റെ കേസിൽ പറയാം, ഇന്റർവെല്ലിൽ ഒരു കുട്ടിയെ അക്വയർ ചെയ്യാൻ നമ്മളൊരു 2000 rupees കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് വരുന്നു. ആ കുട്ടിയെ 1 year ഇവിടെ നമ്മൾ ആ കുട്ടിക്ക് ക്ലാസ്സുകൾ റൺ ചെയ്യണമെങ്കിൽ നമുക്കൊരു കോസ്റ്റ് ഉണ്ട്. പിന്നെ വേറെ കുറച്ച് അഡ്മിൻ കോസ്റ്റുകൾ ഉണ്ടാവും, ടെക് കോസ്റ്റുകൾ ഉണ്ടാവും. ഇങ്ങനെ എല്ലാ കോസ്റ്റുകളും കൂട്ടുന്നു. അത് ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു എമൗണ്ട് എത്തുന്നു എക്സ്. രണ്ടാമത് നമുക്ക് അതേ കൂട്ടി കൊണ്ടുവരുന്ന വാല്യൂ, ലൈഫ് ടൈം വാല്യൂ, കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ, കൊണ്ടുവരുന്ന പ്രോഫിറ്റ്, അത് എത്രയാന്നുള്ളത്, അത് വൈ. ഈ എക്സും വൈയും തമ്മിലുള്ള റിലേറ്റിവിറ്റി ഇത് ഭയങ്കര പ്രശ്നമാണ്. എസ്പെഷ്യലി കൺസ്യൂമർ കമ്പനീസിലൊക്കെ, കൺസ്യൂമർ സ്റ്റാർട്ടപ്സിലൊക്കെ ഇത് ഭയങ്കര വലിയൊരു മെട്രിക്കാണ്. ഈ യൂണിറ്റ് എക്കണോമിക്സിൽ വളരെ ഡീപ്പായിട്ട് ഇൻവെസ്റ്റേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതാണ് വെരി കോമൺലി ചോദിക്കുന്ന കാര്യം. പിന്നെ ഓരോ ഇൻവെസ്റ്റ്മെന്റ് ഫേംസിനും അവരുടേതായിട്ടുള്ള തീസീസ് ഉണ്ട്. ചില ആളുകൾക്ക് ഫൗണ്ടേഴ്സ് ഭയങ്കര പ്രയോറിറ്റിയാണ്. അപ്പോൾ അവർ ഫൗണ്ടേഴ്സിനെ കുറിച്ച് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കും. ചില ആൾക്കാർക്ക് മാർക്കറ്റാണ് പ്രയോറിറ്റി, അപ്പോൾ അവർ മാർക്കറ്റിനെ കുറിച്ച് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കും. അങ്ങനെ ഓരോ ഫേംസിനും അനുസരിച്ച് മാറാറുണ്ട്. പക്ഷേ യൂണിറ്റ് എക്കണോമിക്സ് ഇപ്പം അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കോവിഡിന് ശേഷമെങ്കിലും യൂണിറ്റ് എക്കണോമിക്സിലെ എല്ലാ ഇൻവെസ്റ്റേഴ്സും ചോദിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഇൻവെസ്റ്ററായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ മെയിനായിട്ട് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അവർ കൂടുതലും ഈ ഫൗണ്ടേഴ്സിൻ്റെ പേഴ്സണാലിറ്റിയും ബാക്കി അതൊക്കെ കണ്ടിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അത് എത്രത്തോളം കറക്റ്റാണ്? അത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഫൗണ്ടേഴ്സിൻ്റെ ട്രേഡ്സ് തന്നെയായിരിക്കും. അതിൽ ട്രേഡ്സിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് വാല്യൂസ്. കാരണം വാല്യൂസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ഒരു 1 night wonder ഒന്നുമല്ല. ഇത് ഒരുപാട് സമയം റൺ ചെയ്യേണ്ട ഒരു സംഭവമാണ്. അപ്പൊ ഇതിന്റെ പല ലൈഫ് സൈക്കിളിലും പല ഹേർഡിൽസും ചാടിക്കടക്കേണ്ടതുണ്ട്. അപ്പം ഫാമിലി പ്രോബ്ലംസ് വരാം, പേഴ്സണൽ പ്രോബ്ലംസ് വരാം, കമ്പനിയിൽ പ്രോബ്ലംസ് വരാം, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് വരാം, ലീഗൽ ക്രൈസിസസ് വരാം, പീപ്പിൾ ക്രൈസിസ് വരാം. പീപ്പിൾ ക്രൈസിസ് എല്ലാ കമ്പനീസിലും വരും. അപ്പൊ ഇത്തരം സിറ്റുവേഷൻസ് ഒക്കെ ഇവർ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് ആ സ്റ്റാർട്ടപ്പിന്റെ സക്സസിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം സ്വാഭാവികമായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് സക്സസ് ആവണമെങ്കിൽ ഫൗണ്ടർ ട്രേഡ്സ് ചിലത് അടിപൊളി ആയിരിക്കണം. അത് 100% എങ്ങനെ ആയിരിക്കണം, അതൊരു 95% റെഡി ആയാൽ പോലും കാര്യമില്ല. ചില ട്രേഡ്സ് അതില്ലാത്ത ഫൗണ്ടേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു നോൺ ഷുവർ ബെറ്റാ. കിട്ടൂല എന്ന് നമ്മൾ ദാനം കൊടുക്കുന്നത് പോലെയെന്ന് ഞാൻ പറയും. അങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് ചിലപ്പോൾ. പിന്നെ ചില ഇൻവെസ്റ്റേഴ്സ് എന്താണെന്ന് ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സന്ദീപ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ചില ഫൗണ്ടേഴ്സ് മോശമാണെങ്കിൽ പോലും ഇവർ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ടാവും, ഇന്ന സമയം എത്തുമ്പോൾ ഫൗണ്ടേഴ്സിനെ പിടിച്ച് പുറത്തിടാന്നുള്ളത്. അപ്പം അത് ഞാൻ ഒരിക്കലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യമല്ല. പക്ഷേ ചില ഓർഗനൈസേഷൻസ് നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഴ്സിനെ പിടിച്ച് പുറത്താക്കേണ്ടി വരും. അത് ഇൻവെസ്റ്റേഴ്സ് ചെയ്യും, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഈവൻ ഊബർ ഒരു യൂണിക്കോണൊക്കെ ആയതിനു ശേഷം ഊബറിന്റെ ഫൗണ്ടർ ട്രാവിസിനെ ഇൻവെസ്റ്റേഴ്സ് പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട്. അത് അറ്റ് എ മൊമെന്റ് ചിലപ്പോൾ അത് ചെയ്യേണ്ടി വരും. അപ്പം ആ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാവുമല്ലോ. എല്ലാ മനുഷ്യന്മാർക്കും അവരുടേതായിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ട്, അവരുടേതായിട്ടുള്ള വീക്ക്നെസ്സുകളുണ്ട്. അപ്പം ചില വീക്ക്നെസ്സുകളും ചില സ്ട്രെങ്ത്തും ഇനീഷ്യലി നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കും. അതാണ് ഫൗണ്ടേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു പറഞ്ഞത്. ചിലതൊക്കെ ഭയങ്കര ഗ്രീൻ ഫ്ലാഗ്സ് ഉണ്ടാവും, ചിലത് ഭയങ്കര റെഡ് ഫ്ലാഗ്സ് ഉണ്ടാവും. റെഡ് ഫ്ലാഗ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധി. നമ്മളിപ്പോൾ ഒരു സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, നമുക്ക് എങ്ങനെ ആയിരിക്കണം ആ ഒരു പ്രോപ്പർ ഇൻവെസ്റ്റ്മെന്റ് പോകേണ്ടത്? ആസ് എ ഇൻവെസ്റ്റർ ഐ വുഡ് സേ, നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കണം എന്നുള്ള നല്ല ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ആൻഡ് ഇൻവെസ്റ്റ് ഇൻ സ്റ്റാർട്ടപ്സ്. അല്ലാതെ സ്റ്റാർട്ടപ്സിനെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള മെന്റാലിറ്റിയോട് കൂടി എന്ത് ചെയ്യരുത്, സ്റ്റാർട്ടപ്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകരുത്. കാരണം ഇമോഷൻസിന് ഒരു വാല്യൂ കൊടുക്കേണ്ട ആവശ്യമില്ല അവിടെ. കാരണം ഇമോഷൻസിന് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ, ഇമോഷൻസിന് റെസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു ഡൊണേഷൻ. ഇപ്പൊ ഞാൻ സ്റ്റാർട്ടപ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതൊക്കെ പ്യൂർ ഇമോഷൻസിന്റെ പുറത്താണ്. പക്ഷെ എനിക്കറിയാം ആ എമൗണ്ട് ഒന്നും വരാനുള്ള പ്രോബബിലിറ്റി വളരെ കുറവാണ് എന്നുള്ളത്. ഞാൻ അങ്ങനെ തന്നെ കൊടുത്ത എമൗണ്ട് ആണ്. പക്ഷെ ഇൻവെസ്റ്റേഴ്സ് ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്നവരല്ല. കാരണം അവർ കുറെ കാര്യങ്ങൾ, അവരുടെ റാഷണാലിറ്റി ഡിഫറെന്റ് ആയിരിക്കും, ഫൗണ്ടേഴ്സിനോടുള്ള പെർസ്പെക്റ്റീവ് ബാക്കി കാര്യങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ അത് വർക്ക് ചെയ്യത്തുള്ളൂ.
കാരണം ചില പോയിന്റിൽ മേ ബി ഫൗണ്ടേഴ്സിനെ പോലും കറക്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഫൗണ്ടേഴ്സിനെ പോലും ഒരു വരച്ച വരയിൽ നിർത്തേണ്ടി വരും. അവിടെ ഇമോഷൻസ് നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ചിലപ്പോൾ ഫൗണ്ടർ ട്രേറ്റ് അടിപൊളിയായിരിക്കും, പ്രൊഡക്റ്റ് വളരെ മോശമായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് വേറെ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യിപ്പിക്കാം എന്നുള്ള കോൺഫിഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലാത്ത പക്ഷം അതിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ വലിയ ലോജിക്കൊന്നും. അപ്പം നമുക്ക് ROI വരുമോ ഇല്ല എന്നുള്ളതാണ് ലിറ്റ്മസ് ടെസ്റ്റ്. 10 ഇട്ടു 20 വരുമോ, 20 വരും എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഒരു വിത്തിൻ 5 ഇയേഴ്സിനുള്ളിൽ എനിക്ക് എൻ്റെ കമ്പനിയിൽ നിന്ന് എക്സിറ്റ് ആയി സ്റ്റാർട്ടപ്പുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ്. അപ്പോൾ എങ്ങനെ പ്രോപ്പറായിട്ട് എക്സിറ്റ് ആവണം? ഇതെൻ്റെ അടുത്ത് റോണി സ്ക്രൂവാല ഒരു പരിപാടിയിൽ വെച്ചിട്ട് പറഞ്ഞതാണ്. ഗുർഗാവിലെ ഒരു പരിപാടിയിൽ വെച്ചിട്ട് എന്നെ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യമാണ്. നമുക്കൊരിക്കലും എക്സിറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. എക്സിറ്റ് പ്ലാൻ ചെയ്യാനും പറ്റത്തില്ല, എക്സിറ്റ് ടൈം ചെയ്യാനും പറ്റത്തില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ബിൽഡ് ലൈക്ക് യു നെവർ വാണ്ട് ടു എക്സിറ്റ്. യു എക്സിറ്റ് ലൈക്ക് യു ഹാവ് ഓൾവേസ് ബീൻ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഓക്കെ. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, നമ്മളിത് വിൽക്കാനല്ല, ഇത് ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ ബിൽഡ് ചെയ്യുക. ഓഫർ വരും, എസ്പെഷ്യലി എട്ടെക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഓഫർ വരും. എട്ടെക്കിൽ അക്വിസിഷൻ സ്കൂൾ സീനാണ്, ഒരുപാട് അക്വിസിഷൻസ് നടക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ ഇപ്പോൾ ലാസ്റ്റ് 6 മന്തിൽ ഒരുപാട് അക്വിസിഷൻ നടന്നു. ന്യൂസസ് ഒക്കെ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ അക്വിസിഷൻസ് എന്തായാലും നടക്കും. അപ്പം നിങ്ങൾ ബിൽഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, അതിനെ സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബിൽഡ് ചെയ്യുക. ആ ഓഫർ വരുന്ന സമയത്ത് ഓക്കെ യു ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ദിസ് ഓഫർ എന്നുള്ള രീതിയിൽ വളരെ പോസിറ്റീവായിട്ട് എന്ത് ചെയ്യുക, അതിനെ അപ്രോച്ച് ചെയ്യാം. അതാണ് എക്സിറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം. എക്സിറ്റ് ചെയ്യാൻ വേണ്ടി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റ് നടക്കാനുള്ള പ്രോബബിലിറ്റി കുറവാണ്. നമുക്ക് മനസ്സിലായി. അത് കുറച്ച് ഡീപ്പർ സെന്റൻസ് ആണ്, നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓഡിയൻസിന് അവരും ചിന്തിച്ചെടുക്കട്ടെ. അതെ കറക്റ്റ്. നമുക്ക് ടീമിനെയൊക്കെ ബിൽഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്? ടീമിനെ ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ഡീപ്പറായിട്ട് പോകേണ്ട ഒരു ടോപ്പിക്കും കൂടിയാണ് ജെൻസി. കാരണം ഇനി നമ്മൾ ടീം ബിൽഡ് ചെയ്യേണ്ടത് ജെൻസിയെ വെച്ചിട്ടാണ്. അപ്പം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഓണർഷിപ്പ് വേണം എന്നുള്ളതാണ്. നമ്മൾ ടീം ഡെവലപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ സീനിയർ ലെവൽ മാനേജേഴ്സിന് നമ്മുടെ തൊട്ട് താഴെ, അതായത് ഫൗണ്ടേഴ്സിന്റെ തൊട്ട് താഴെയുള്ള ലെവൽ, അതിന്റെ തൊട്ട് താഴെയുള്ള ഈ 2 ലെവലിലുള്ളവർക്ക് ഓണർഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ എന്ത് ചെയ്തു കഴിഞ്ഞാൽ അവരിൽ ഓണർഷിപ്പ് ബിൽഡ് ആവും. അത് ജോബ് ഓട്ടോണമി ആണോ, സാലറി ആണോ, പേർക്സ് ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങളാണോ, എന്താണോ വർക്ക് ആവുന്നത് അത് കൊടുക്കുക, ഓണർഷിപ്പ് ബിൽഡ് ചെയ്യുക. കാരണം ഇവർ ഓണർഷിപ്പ് എടുക്കുന്നിടത്ത് മാത്രമേ പിന്നെ ഇത് ബിൽഡ് ആവും, ഇത് സ്കെയിൽ ആവുകയുള്ളൂ. ഇൻട്രോയിലൊക്കെ അതിന്റെ ക്ലാസിക് എക്സാമ്പിളാണ്. ഇൻട്രോയിലൊക്കെ ഒരു 0 to 1 കഴിഞ്ഞു, 1 to 10 കഴിഞ്ഞു, 10 to 100 കൊണ്ടുപോകുന്നത് 100% അതിന്റെ സെക്കൻഡ് ലെയറാണ്. അതായത് CC2 തൊട്ട് താഴെ വരുന്ന സീനിയർ മാനേജേഴ്സിന്റെ ലെവൽ, ഇവരാണ് അതിനെ സ്കെയിൽ ചെയ്യുന്നത്. അത് അവർക്ക് ഓണർഷിപ്പ് ഉള്ളത് കൊണ്ടാണ്. ഇപ്പം ഈ അവരുടെ ഓരോ വേർട്ടിക്കൽസ് ഉണ്ടാവും, ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും, പ്രൊജക്ട്സ് ഉണ്ടാവും, അവരുടെ കാറ്റഗറി ഉണ്ടാവും. അപ്പൊ അവരുടെ കാറ്റഗറി ഇത്ര എക്സ് സ്കെയിൽ ആവണമെന്ന് തീരുമാനിക്കുന്നതും അത് സ്കെയിൽ ചെയ്യാനുള്ള സ്ട്രാറ്റജി ഉണ്ടാക്കുന്നതും രണ്ടും അവർ തന്നെയാണ്. ആ ഓണർഷിപ്പ് വേണം. അപ്പൊ അതില് നമ്മൾ ഇങ്ങനെ പറയും, അതായത് സ്ട്രാറ്റജിക് പ്ലാനിങ്, ടാക്ടിക്കൽ പ്ലാനിങ് എന്നൊക്കെ പറയുമല്ലോ. അപ്പം ബേസിക്കലി സ്ട്രാറ്റജിക് പ്ലാനിങ് ചെയ്യുന്നതൊക്കെ ഫൗണ്ടേഴ്സ് ആയിരിക്കും. നമ്മളാണ് സ്ട്രാറ്റജീസ് ഒക്കെ ബിൽഡ് ചെയ്യുക. ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം, ഹൗ എന്നുള്ളത് മേ ബി നമ്മുടെ ടീം മെമ്പേഴ്സ് സോർട്ട് ഔട്ട് ചെയ്യുന്നുണ്ടാവും. ടാക്ടിക്കൽ പ്ലാനിങ്, ഇതിന് നമുക്ക് ഓണർഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല. ഓണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വിഷനിലേക്ക് സ്ട്രാറ്റജി ഉണ്ടാക്കാനും നമ്മുടെ ടീമിന് പറ്റണം. അതിന് വേണ്ട എക്കോസിസ്റ്റം എന്താണോ അത് കൊടുക്കുക എന്നുള്ളതാണ്. അത് ജോഗ്രഫിക്കലാണ്. അരീക്കോട് വർക്ക് ആവുന്നത് മലപ്പുറത്ത് വർക്ക് ആവില്ല, മലപ്പുറത്ത് വർക്ക് ആവുന്നത് കോഴിക്കോട് വർക്ക് ആവില്ല, കോഴിക്കോട് വർക്ക് ആവുന്നത് ട്രിവാൻഡ്രത്ത് വർക്ക് ആവില്ല, ട്രിവാൻഡ്രത്ത് വർക്ക് ആവുന്നത് ബാംഗ്ലൂർ വർക്ക് ആവില്ല, എനിക്ക് വർക്ക് ആവുന്നത് നിങ്ങൾക്ക് വർക്ക് ആവില്ല. അത് നമ്മുടെ ഓർഗനൈസേഷന്റെ ഡൈനാമിക്സ് അനുസരിച്ച് നമ്മൾ കണ്ടുപിടിക്കുക. നമുക്കിപ്പോൾ ഇനിഷ്യൽ ടൈമിൽ ഈ നമ്മുടെ വർക്കുകളൊക്കെ എക്സിക്യൂട്ട് അടുത്ത ലെവലിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ SOPs ബിൽഡ് ചെയ്യുമല്ലോ. ഈ SOPs ബിൽഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അഗൈൻ SOPs ഒരിക്കലും ഒരു സ്റ്റാർട്ടപ്പിൽ ഏർലി സ്റ്റേജിൽ SOPs ബിൽഡ് ചെയ്തെന്നാണ് ഞാൻ പറയാറുള്ളത്. SOPs ബിൽഡ് ചെയ്യുമ്പോൾ ഒരുപാട് ഫ്ലെക്സിബിലിറ്റി പോകും. സ്റ്റാർട്ടപ്സിൽ ഫ്ലെക്സിബിലിറ്റി വേണം. പിന്നെ കുറച്ചും കൂടെ പീപ്പിൾ ഒരു ഹൈ ഏജൻസി മൂഡായിരിക്കണം. ചിലപ്പം ഇന്ന് കോഡ് എഴുതേണ്ടി വരും, നാളെ ചിലപ്പോൾ ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ഉണ്ടാക്കേണ്ടി വരും. ചിലപ്പം ഞാൻ ഫൗണ്ടർ ആയിരിക്കും, നാളെ ചിലപ്പോൾ ഞാൻ ഒരു ക്യാൻവയിൽ ഒരു ഡിസൈൻ ഉണ്ടാക്കേണ്ടി വരും. അപ്പം അങ്ങനത്തെ ഫ്ലെക്സിബിലിറ്റി എല്ലായിടത്തും വേണം. ആ ഫ്ലെക്സിബിലിറ്റിയിൽ നിന്നുമാണ്, അല്ലെങ്കിൽ ആ കെയോസിൽ നിന്നുമാണ് ക്ലാരിറ്റി ബിൽഡ് ചെയ്യേണ്ടത്. ക്ലാരിറ്റിയിൽ നിന്നും നമുക്ക് ഇത് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. ആദ്യം നമ്മൾ കെയോസ് ബിൽഡ് ചെയ്യണം, ആ കെയോസിൽ നിന്നും ക്ലാരിറ്റി ബിൽഡ് ചെയ്യണം. ആ ക്ലാരിറ്റി സ്കെയിൽ ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, SOP ബിൽഡ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം തന്നെ വേറെ ആരുടെയോ ഒരാളുടെ ക്ലാരിറ്റി ഇവിടെ കൊണ്ടുവന്നിട്ട് അതിന് SOP വെച്ച് സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബിൽഡ് ആവില്ല, സ്കെയിൽ ആവില്ല. അപ്പൊ ആ ക്ലാരിറ്റി കെയോസിൽ തന്നെ ബിൽഡായി വരണം, അത് ഓർഗാനിക്കലി ബിൽഡായിട്ട് വരണം. അതിനെ സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് SOPs കൊണ്ടുവരാം. പിന്നെ എല്ലാത്തിലും SOPs കൊണ്ടുവരരുത്.
നമ്മുടെ റിപ്പിറ്റേറ്റീവ് ടാസ്കുകളിൽ അല്ലെങ്കിൽ ഡയറക്റ്റ്ലി കമ്പനീൻ്റെ റവന്യൂവിനെ ടച്ച് ചെയ്യാത്ത അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ ടച്ച് ചെയ്യാത്ത, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല, അതായത് ക്രിയേറ്റിവിറ്റി ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കാണ് നമ്മൾ SOPs കൊണ്ടുവരേണ്ടത്. അവിടെ SOPs കൊണ്ടുവന്നിട്ട് അതിനെ റിപ്പിറ്റേറ്റീവ് ടാസ്ക് SOPs ആയിട്ട് ചെയ്യാന്നുള്ളതാണ്. അത് എല്ലായിടത്തും SOPs കൊണ്ടുവരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടും, അതിലേറെ കൂടുതൽ ഓട്ടോണമി നഷ്ടപ്പെടും. മനസ്സിലായി. അത് എനിക്ക് പേഴ്സണലി കറക്റ്റ്, എസ്പെഷ്യലി ഏജൻസീസിൽ ഞങ്ങളൊരു ഓണർഷിപ്പ് മൂഡിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ലൊരു റിസൾട്ടും കിട്ടുന്നു. അതെ ശരിയാ. ഞാൻ ബിൽഡ് ചെയ്തൊരു SOPയിൽ 80% ഫെയിലായിട്ടാണുള്ളത്. അത് പിന്നെ അവർക്ക് അതിൽ നിന്ന് കറക്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്തത്. ആ ഒരു ഇതാണ് എനിക്ക് വർക്കൗട്ട്. അതുപോലെ സ്റ്റാർട്ടപ്സിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തൊരു ഡിപ്പാർട്ട്മെന്റാണ് HR ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, HR ഡിപ്പാർട്ട്മെന്റ് ആണ് പല സ്റ്റാർട്ടപ്സിലെയും പ്രശ്നം. ഓക്കെ, അതെന്താ കറക്റ്റ് ഒന്ന് ക്ലാരിറ്റി ചെയ്താൽ. അതായത് HR ഡിപ്പാർട്ട്മെന്റിന്റെ ബേസിക് കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. സ്റ്റാർട്ടപ്സിൽ മനുഷ്യന്മാരെ റിസോഴ്സസ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതായത് നല്ലൊരു ഡെവലപ്പർ ഉണ്ട്, ഇയാൾ നന്നായിട്ട് കോഡ് ചെയ്തു. അല്ലെങ്കിൽ നല്ലൊരു ഡിജിറ്റൽ മാർക്കറ്റർ ഉണ്ട്, ഇയാൾ നന്നായിട്ട് ലീഡ് കൊണ്ടുവരും. അല്ലെങ്കിൽ നല്ലൊരു ഗ്രാഫിക് ഡിസൈനർ ഉണ്ട്, ഇയാൾ നല്ല പോസ്റ്റർ ഉണ്ടാക്കും. ഇതൊക്കെ റിസോഴ്സസ് ആണല്ലോ. അപ്പൊ ഹ്യൂമൻസിന് റിസോഴ്സസ് ആയിട്ട് മാത്രം കാണുന്ന ഒരു മെന്റാലിറ്റി, അതിനെയാണ് ഞാൻ HR എന്ന് പറയുന്നത്. എല്ലാ HR ഡിപ്പാർട്ട്മെന്റും അങ്ങനെ ആവണമെന്നില്ല, എല്ലാ HR ഒഫീഷ്യൽസും അങ്ങനെ ആവണമെന്നില്ല. അപ്പൊ ആ ടിപ്പിക്കൽ HR ആവുന്ന മൊമെന്റിൽ സ്റ്റാർട്ടപ്സിന് അതിന്റെ ഒരു അജിലിറ്റി പോവും. അതിന്റെ ഒരു പേസ് കുറയും, കുറെ SOPs വരും, കുറെ ഫോർമാലിറ്റീസ് വരും. ഒരു പോയിന്റിൽ ഇതെല്ലാം വേണം, SOPസും ഈ പറഞ്ഞ ഫോർമാലിറ്റീസ് ഒക്കെ വേണം. പക്ഷെ സ്റ്റാർട്ടപ്സിന്റെ ഏർലി സ്റ്റേജിൽ ഞാൻ പറഞ്ഞത് അവിടെ കുറച്ചും കൂടെ വേണ്ടത് പീപ്പിൾസ് ഡിപ്പാർട്ട്മെന്റാണ്. പീപ്പിൾ ഡിപ്പാർട്ട്മെന്റ്, അതായത് സ്റ്റാർട്ടപ്സിൽ കുറെ മനുഷ്യരുണ്ട്, ഓൾറെഡി ടെക് ഉണ്ടാവും, ടെക് സ്കെയിൽ ചെയ്യുന്നുണ്ട്, അത് ആ വഴിക്ക് നടക്കുന്നുണ്ടാവും. ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കുറെ പീപ്പിൾ ഉണ്ടാവും. ഇവരെ എങ്ങനെ എൻകറേജ് ചെയ്യാം, ഇവരെ എങ്ങനെ എൻറിച്ച് ചെയ്യാം, ഇവർക്ക് എങ്ങനെ ഒരു എക്സ്പ്ലോറേഷൻ വൈബ് കൊടുക്കാം കമ്പനിയിൽ, അല്ലെങ്കിൽ ഇവരെങ്ങനെ എംപവർ ചെയ്യാം, ഇതൊക്കെ ചിന്തിക്കുന്ന ഒരു ബഞ്ച് ഓഫ് പീപ്പിളാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതിനെ പീപ്പിൾസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് വിളിക്കുമ്പോൾ എന്തായി, ഹ്യൂമൻസിനൊക്കെ റിസോഴ്സസ് ആയിട്ട് കാണുന്ന, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യുന്ന ടീം. അങ്ങനെയല്ല വേണ്ടത്, പീപ്പിളിനെ മാനേജ് ചെയ്യുന്ന ടീമായിരിക്കണം. അങ്ങനെയുള്ള എക്കോസിസ്റ്റത്തിലാണ് നേരത്തെ പറഞ്ഞ ഓണർഷിപ്പ് ഡെവലപ്പ് ആവുകയുള്ളൂ. കാരണം ഹ്യൂമൻ റിസോഴ്സസിന് ഓണർഷിപ്പ് വേണം നിർബന്ധമൊന്നുമില്ല. ഒരു ഡെവലപ്പറെ സംബന്ധിച്ച് അവർക്ക് എന്താ, അവർക്ക് ചെയ്യേണ്ട പണി അവർക്ക് ലിസ്റ്റഡാ. ഒരു ഗ്രാഫിക് ഡിസൈനറെ സംബന്ധിച്ച് കോണ്ടന്റ് എഴുതുന്നവർ കോണ്ടന്റ് എഴുതി വെച്ചിട്ടുണ്ടാവും, അതിന് വിഷ്വൽ ചെയ്ത് ആക്കിയാൽ മതി. അപ്പോൾ സ്റ്റാർട്ടപ്സിൽ അങ്ങനെയല്ല വേണ്ടത്. സ്റ്റാർട്ടപ്സിൽ ഗ്രാഫിക് ഡിസൈനർ പറയണം, മേ ബി ഗ്രാഫിക് ഡിസൈനർ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നവരോട് പറയും. മാർക്കറ്റബിലിറ്റി, മേ ബി അയാൾക്ക് കുറച്ചും കൂടെ മാർക്കറ്റിന് അറിയാമായിരിക്കാം, അല്ലെങ്കിൽ മാർക്കറ്റിലെ റെസ്പോൺസസ് കുറച്ചും കൂടെ അറിയാമായിരിക്കാം. അപ്പൊ അവരോട് മേ ബി പ്രൊഡക്റ്റിൽ ഇങ്ങനെ ഒരു മാറ്റം വരുത്തണം എന്ന് പറയാൻ പറ്റണം. പക്ഷെ നമ്മൾ HR ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ പ്രോസസ്സ് ഉണ്ടാക്കി, ഇങ്ങനെ പ്രൊഡക്റ്റിലെ ടീം കോണ്ടന്റിന് പ്രൊഡക്റ്റ് നോളജ് കൊടുക്കുന്നു, കോണ്ടന്റിലെ ടീം കോണ്ടന്റ് ഗ്രാഫിക് ഡിസൈനർക്ക് കൊടുക്കുന്നു, ഗ്രാഫിക് ഡിസൈനർ പോസ്റ്റർ ആക്കിയിട്ട് അത് സോഷ്യൽ മീഡിയ മാനേജർക്ക് കൊടുക്കുന്നു, സോഷ്യൽ മീഡിയ മാനേജർ അത് അസോസിയേറ്റിന് കൊടുത്ത് പോസ്റ്റ് ചെയ്യിപ്പിക്കുന്നു. ഇതിലെവിടെയാണ് ടു ആൻഡ് ഫ്രോ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്? വാല്യൂഡേഷൻ ഇല്ല. അത് കോ ബിൽഡിംഗ് അല്ല. സ്റ്റാർട്ടപ്സ് അങ്ങനെ കോ ബിൽഡ് ചെയ്യേണ്ടതാ, എല്ലാവരും ഒരുമിച്ച് ബിൽഡ് ചെയ്യേണ്ട സാധനം. അല്ലാതെ ഈ മൊത്തം SOPs വരുമ്പോൾ ഈ SOP സെറ്റ് ചെയ്യുന്ന HR ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. ഇതിൽ ഓരോരുത്തരുടെയും എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇയാൾ എത്ര പോസ്റ്റർ ഉണ്ടാക്കി, ഇയാൾ എത്ര കോണ്ടന്റ് കൊടുത്തു, സോഷ്യൽ മീഡിയയിൽ എത്ര സമയം ഇവർ എൻഗേജ് ചെയ്തു, ഇതൊക്കെ നമ്മൾ മെഷറബിളി നമ്മൾ എന്ത് ചെയ്യും, മെഷർ ചെയ്യുന്നുണ്ടാവും HR ഡിപ്പാർട്ട്മെന്റ്. ബട്ട് വൺസ് ഈ HR ഡിപ്പാർട്ട്മെന്റ് പീപ്പിൾ ഡിപ്പാർട്ട്മെന്റ് ആവുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മ്യൂച്വലി എന്ത് വാല്യൂഡേഷൻ കൊടുത്തു, അല്ലെങ്കിൽ ഇവർ ആ ടീമിൽ എന്ത് ഇൻഫ്ലുവൻസ് ചെയ്തു, അങ്ങനെ കുറെ കാര്യങ്ങളും കൂടെ നമ്മൾ ചിന്തിക്കും, കുറെ കാര്യങ്ങളും കൂടെ നമ്മൾ അതിന് നമ്മൾ മെഷർ ചെയ്യാൻ തുടങ്ങും. അപ്പം ഉണ്ടാവുന്ന പ്രൊഡക്ടിവിറ്റി ഭയങ്കര ഹ്യൂജാ. ഇതാണ് സ്റ്റാർട്ടപ്സിന്റെ അഡ്വാൻറ്റേജ്. മനസ്സിലായി. അഡ്വാൻറ്റേജ് യൂസ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യമുള്ളത്? അതെ, ഇപ്പോൾ മനസ്സിലാവും. ഈ കോർപ്പറേറ്റിലൊക്കെ വർക്ക് ചെയ്ത് കുറേ ആൾക്കാർ ആ ഒരു പ്രഷർ വിട്ടിട്ട് സ്റ്റാർട്ടപ്പുകളിൽ വന്ന്, ഞാൻ HR ഡിപ്പാർട്ട്മെന്റ് ഞാൻ പറയുന്നില്ല, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള HR ഇൻഡിവിജ്വൽസിനെ, എസ്പെഷ്യലി കോർപ്പറേറ്റ്സിൽ വർക്ക് ചെയ്തിട്ടുള്ള HR ഇൻഡിവിജ്വൽസിനെ സ്റ്റാർട്ടപ്സിലേക്ക് അടുപ്പിക്കരുത്. സിമ്പിൾ. പിന്നുള്ളത് പിന്നെ കുറച്ച് ഡോക്യുമെന്റേഷൻ കാര്യങ്ങളാണ്. ESIC, ലേബർ, EPFO എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് ഇഷ്ടം പോലെ കൺസൾട്ടൻസിനെ നാട്ടിൽ കിട്ടാൻ ഔട്ട്സോഴ്സ് ചെയ്താൽ മതി. മന്ത്ലി ഒരു 10,000 15,000 കൊടുത്തു കഴിഞ്ഞാൽ കൺസൾട്ടൻസിന് ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റും. അതെ, സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ കമ്പനിക്ക് ടീമാണ് അതിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഇതിന് ഒരു അക്വസ്റ്റ്യൻ വന്നു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ടീമിന് കൂടെ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും? നമുക്ക് ESOP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ESOP എന്ന് നമ്മൾ പറയും. അതായത് എംപ്ലോയീസിന് നമുക്ക് അവർക്ക് സ്റ്റോക്ക് ഓപ്ഷൻ കൊടുക്കുന്ന പ്രോഗ്രാമാണ്. അപ്പം ഈ സ്റ്റോക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ടപ്സിൽ പല രീതിയിൽ ചെയ്യാറുണ്ട്. ഒന്ന് നമ്മുടെ ഏർലി
സ്റ്റേജിൽ നമ്മുടെ കൂടെ ഉള്ളവരായിരിക്കാം. ഓക്കെ. അവർക്ക് നമ്മൾ വെരി ഏർലി സ്റ്റേജിൽ അവർ നമ്മുടെ വിശ്വസിച്ച് അവർ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് നമ്മുടെ കൂടെ നിന്നവരെന്നുള്ള രീതിയിൽ അവർക്ക് നമുക്ക് കുറച്ച് സ്റ്റോക്ക് കൊടുക്കാം, ഷെയർസ് കൊടുക്കാം. ഇനി അതല്ല, മേ ബി ഒരു അടിപൊളി റിസോഴ്സ് ആണ്, വലിയ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്, നമ്മൾ ഇന്റർവ്യൂ അങ്ങനെയുള്ളവരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അഫ്താബിനെയൊക്കെ നമ്മൾ കൊണ്ടുവന്നത് അങ്ങനെ. അഫ്താബ് ഇൻഡസ്ട്രിയിൽ ഹിറ്റായി നിൽക്കുന്ന സമയത്ത്, അതായത് നല്ല നല്ല കമ്പനീസിന് ഓഫേഴ്സ് നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഇന്റർവ്യൂലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അത്ര സമയത്ത് നമുക്ക് സാലറി കൊടുക്കാൻ പറ്റില്ല. അന്നത്തെ അഫ്താബിന് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് നമുക്ക് അന്ന് കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ അന്ന് നമ്മൾ സാലറിക്ക് പകരം എന്ത് ചെയ്യും, സ്റ്റോക്ക് കൊടുക്കാം എന്നുള്ള രീതിയിൽ കൊണ്ടുവരും. അപ്പൊ അങ്ങനെയും നമ്മൾ സ്റ്റോക്ക് കൊടുക്കാം. അപ്പൊ ഈ രണ്ട് കൈൻഡ് ഓഫ് പീപ്പിൾ നമ്മൾ സ്റ്റോക്ക് കൊടുക്കുന്നു. എന്നിട്ട് ഇതൊരു ഫണ്ട് റേസ് ചെയ്യുന്ന മൊമെന്റിലും നമുക്ക് വേണമെങ്കിൽ ഇത് ലിക്വിഡേറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കാം, അതിന് ഈക്വൽ ആയിട്ടുള്ള വാല്യൂ. അതല്ല, നമ്മൾ IPO പോകുന്ന സമയത്തോ അക്വിസിഷൻ പോകുന്ന സമയത്തൊക്കെ ഇവർക്ക് ഇത് എമൗണ്ട് ആയിട്ട് കിട്ടും. അപ്പം നോർമലി ഇപ്പം ചില സ്റ്റാർട്ടപ്സിലൊക്കെ, ഫ്ലിപ്കാർട്ടിലൊക്കെ നല്ല കാശുണ്ടാക്കിയ 50 കോടി 100 കോടിയൊക്കെ ലിക്വിഡേറ്റ് ചെയ്ത് ഒരുപാട് പേരുണ്ട്. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലൊരു സീരീസ് ബി സീരീസ് സി ഒക്കെ ചെയ്യുന്ന സമയത്ത് പോലും മേ ബി ഒരു എംപ്ലോയിക്ക്, ഒരു സീനിയർ ലെവലുള്ള എംപ്ലോയിക്ക് ഒരു 1 crore 2 crore ഒക്കെ ഈസിലി ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ നമ്മളെ ഒരു മലയാളിയെ സംബന്ധിച്ച് ഒരു 2 crore അല്ലെങ്കിൽ ഒരു 5 crore എന്നൊക്കെ പറയുന്നത് റിട്ടയർമെന്റ് എമൗണ്ടാണ്. എന്തായാലും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് റിട്ടയർ ചെയ്യുമ്പോൾ കിട്ടുന്നതിനേക്കാൾ എത്രയോ എക്സ് ആണ്. അതെ. അപ്പോൾ ഒരു 30 വയസ്സിലോ അല്ലെങ്കിൽ 35 വയസ്സിന്റെ ഇടയിലൊക്കെ ആ എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും അവരുടെ ലൈഫ് കുറച്ചും കൂടെ മീനിങ് ആയി. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അതെ. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു വിൻ വിൻ ആണ്. അതെ അതെ അതെ. എന്തായാലും നമ്മൾ സ്റ്റാർട്ടപ്പിനെ ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തവരാണ്. അതെ അതെ. അവർക്ക് എന്തായാലും ഒരു ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ പണ്ട് സ്വെറ്റ് ഇക്വിറ്റി എന്നൊക്കെ വിളിക്കുമായിരുന്നു, അത് തന്നെയാണ് ഇത് ഇസോപ്പ് എന്ന് പറയുന്നത്. രീതിയിൽ. ഓക്കെ. നമ്മളിപ്പോൾ ഈ IPO ലിസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ്, എങ്ങനെയാണ് പ്രോപ്പർലി IPO ലിസ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു പ്രോസസ്സാണ്. അതായത് IPOന്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ വൺസ് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ IPO പോകാം, അതിന്റെ എലിജിബിലിറ്റി ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് പോകുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറെ അപ്പോയിന്റ് ചെയ്യുന്നിടത്താണ്. നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ അല്ലെങ്കിൽ മെർച്ചന്റ് ബാങ്കർ എന്നൊക്കെ പറയും. അവരെ അപ്പോയിന്റ് ചെയ്തിട്ട് അവരാണ് ആ എൻ്റയർ IPOന്റെ പ്രോസസ്സ് പിന്നെ ഹാൻഡിൽ ചെയ്യുക. ഒരുപാട് ബാങ്കേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പം മഹാരാഷ്ട്ര ബേസ്ഡ് ആയിട്ട്, മുംബൈ ബേസ്ഡ് ആയിട്ടൊക്കെ ഒരുപാട് പേരുണ്ട്, ഡൽഹി ബേസ്ഡ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ്, മെർച്ചന്റ് ബാങ്കേഴ്സ് എന്നും പറയും. അവരെ അപ്പോയിന്റ് ചെയ്യുന്നു. പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ രജിസ്ട്രാർ, അതുപോലെ ലീഗൽ അഡ്വൈസർ, അങ്ങനെ കുറച്ച് പേരെ അപ്പോയിന്റ് ചെയ്യും. അപ്പൊ ഇവരാണ് ആ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം വൺസ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ വരുന്നു, അവർ നമ്മുടെ ഫിനാൻഷ്യൽസ് ഒക്കെ നോക്കുന്നു. പിന്നെ അഗൈൻ അതിൽ എലിജിബിലിറ്റി ഉണ്ട്. എലിജിബിലിറ്റിയെ കുറിച്ച് ഞാൻ കഴിഞ്ഞിട്ട് പറയാം, പ്രോസസ്സ് കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ എലിജിബിലിറ്റി ഉണ്ട്, നമ്മുടെ ഫിനാൻഷ്യൽസ് ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരൊരു DRHP ഫയൽ ചെയ്യും. ഈ DRHP ഫയൽ ചെയ്യൽ സെബിയിലാണ്. സെബിയിൽ DRHP ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ സെബി എന്ത് ചെയ്യും, അവരുടേതായിട്ടുള്ള ഒരു ഓഡിറ്റും അവരുടേതായിട്ടുള്ള ഒരു ഇൻവിജിലൻസ് പരിപാടികളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ കുറച്ച് ലോങ് പ്രോസസ്സാണ്. ആ ലോങ് പ്രോസസ്സിലൂടെ നമ്മൾ കടന്നുപോയി അവരുടെ റിക്വയർമെന്റ്സ് ഒക്കെ നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ലിസ്റ്റ് ചെയ്യാം, ഷെയർസ് അലോട്ട് ചെയ്യാം, ലിസ്റ്റ് ചെയ്യാം. അതിന്റെ കൂടെ തന്നെ നമ്മളിത് ലിസ്റ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്കായിരിക്കും. ഒന്നെങ്കിൽ NSE-യിലായിരിക്കും, അല്ലെങ്കിൽ BSE-യിലായിരിക്കും, അല്ലെങ്കിൽ SME IPO ആണെന്നുണ്ടെങ്കിൽ SME IPO ചെയ്യാറുണ്ട്. SMEസിന് SME IPO ആണ്. അപ്പൊ NSE-യിൽ അല്ലെങ്കിൽ BSE-യിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ഭാഗത്തുനിന്നുള്ള ചെറിയൊരു വിജിലൻസ് പരിപാടികളുണ്ട്, ഓഡിറ്റ് പരിപാടികളൊക്കെ ഉണ്ടാവും. അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്യാം, ഷെയർസ് അലോട്ട് ചെയ്യാം. ഷെയർസ് അലോട്ട് ചെയ്യുന്നു, നമ്മൾ ലിസ്റ്റ് ചെയ്യപ്പെടുന്നു. ലിസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ കുറച്ച് റോഡ് ഷോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് മാർക്കറ്റിംഗ് പരിപാടികളുണ്ട് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാനും അതുപോലെ തന്നെ അതിന്റെ വിസിബിലിറ്റി കിട്ടാനും വേണ്ടിയിട്ടൊക്കെ. പിന്നെ നമുക്ക് പബ്ലിക് ആയി കഴിഞ്ഞാൽ, വൺസ് IPO പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് സ്റ്റോക്ക് ആപ്സ് വഴി പർച്ചേസ് ചെയ്യാം. അതിൽ എലിജിബിലിറ്റി ആണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം. അത് എലിജിബിലിറ്റിയിൽ പോളിസി ചേഞ്ചസ് പല സമയത്തും വരാറുണ്ട്. അതിന്റെ ബേസിക് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 years ആയിട്ടുള്ള, 3 year ആയിട്ടുള്ള കമ്പനി ആയിരിക്കണം മിനിമം. 3 year ആണെന്നാണ് എൻ്റെ ഓർമ്മ. ആ 3 yearലെ നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി കോംപ്ലയൻസ്, ഫിനാൻഷ്യൽ ഫയലിങ്സ് എല്ലാം പക്ക നീറ്റ് ആയിരിക്കണം. അത് വെരി ഡീപ്ലി അവരെന്ത് ചെയ്യും, അതിനൊരു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും, അതിനെ വെരി ഡീപ്ലി അവർ ക്രോസ് ചെക്ക് ചെയ്യും. അപ്പോൾ അതെല്ലാം നീറ്റ് ആയിരിക്കണം. എല്ലാ സ്റ്റാറ്റ്യൂട്ടറി കോംപ്ലയൻസ്, ലേബർ ലോ ആയാലും ഈവൻ കൺസ്യൂമർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ഡിസ്കസ് ചെയ്യപ്പെടാറുണ്ട് എന്നാണ് ഞാൻ കേട്ടത്. അതായത് പബ്ലിക് എങ്ങനെയാ കമ്പനിയെ കാണുന്നു അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ഷനെ കാണുന്നു, അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ ഫൗണ്ടേഴ്സിന്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാ ലീഗൽ സ്റ്റാറ്റ്യൂട്ടറി കോംപ്ലയൻസസും നീറ്റ് ആയിരിക്കണം. നമ്മുടെ പേപ്പേഴ്സ് എല്ലാം ക്ലീൻ ആയിരിക്കണം. നമ്മുടെ ഫിനാൻഷ്യൽസ് അടിപൊളിയായിരിക്കണം. പിന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരിക്കണം. നമ്മളൊരു കളക്റ്റീവ്ലി എന്താ 15 crore അങ്ങനെ എന്താണ്, കറക്റ്റ് നമ്പേഴ്സ് എനിക്കറിയില്ല. ആ 3 yearsൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരിക്കണം. അതിന്റെ സസ്റ്റൈനബിലിറ്റി നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ ക്രൈറ്റീരിയാസ് എല്ലാം, ആ എലിജിബിലിറ്റി നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് നമുക്ക് കമ്പനിയിൽ ലിസ്റ്റ് ചെയ്യാം. പിന്നെ വേറെയും കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു പ്രൊമോട്ടേഴ്സിന്റെ, അതായത് ഡയറക്ടേഴ്സിന് മിനിമം ഇത്ര % ഇക്വിറ്റി ഹോൾഡ് ചെയ്യണം ആഫ്റ്റർ ഡൈല്യൂട്ടിങ്, അങ്ങനെയൊക്കെ ഉണ്ട്. അത് എക്സാക്ട്ലി എനിക്കറിയില്ല. മേ ബി
മേ ബി റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അറിയായിരിക്കും. പക്ഷെ നമ്മളൊരു IPO കുറിച്ച് അത്രയും ഡീപ്പായിട്ട് ഇപ്പം ചിന്തിക്കാത്തത് കൊണ്ട്, IPO നമുക്കൊക്കെ ആഗ്രഹമുള്ള കാര്യമാണ്, പക്ഷെ ഇപ്പം അത്രയും ഡീപ്പായി ചിന്തിക്കാത്തതുകൊണ്ട് എനിക്ക് എക്സാക്ട് നമ്പേഴ്സ് അറിയില്ല. പക്ഷെ ഇങ്ങനെ കുറച്ച് എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഉണ്ട്. അത് നമ്മൾ മീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ ത്രൂ ആണ് നമ്മൾ ഈ പ്രോസസ്സ് മൊത്തം ചെയ്യുന്നത്. അത് നമ്മൾ CBയിൽ DRHP നമ്മൾ ചെയ്യുന്നു. അത് നമുക്ക് ഇഷ്യൂ ആയി കഴിഞ്ഞാൽ നമുക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്യാം, IPO ലിസ്റ്റ് ആവും. അങ്ങനെയാണ് ആ പ്രോസസ്സ് പോകുന്നത്. എനിക്കൊരു ഐഡിയ ഉണ്ട്. ഇനിഷ്യലി ഞാൻ ഇപ്പോൾ കണ്ടിട്ടുള്ളൊരു സംഭവങ്ങളെന്ന് പറഞ്ഞാൽ ഐഡിയ ഉണ്ട്, അപ്പോഴേ പോയി കമ്പനിക്ക് രജിസ്റ്റർ ചെയ്ത് വെബ്സൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഇതിന് പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഐഡിയ സ്റ്റേജിൽ തന്നെ നമ്മൾ കമ്പനി രജിസ്റ്റർ ചെയ്യണോ, അതേ MVP ഞാൻ നേരത്തെ പറഞ്ഞ 100 സെയിൽസ് അല്ലെങ്കിൽ ആ ഒരു ഇത് ചെയ്തിട്ട് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതാണോ ബെറ്റർ? ബിസിനസ്സിനനുസരിച്ചാ. ഇപ്പം ചില ബിസിനസ്സൊക്കെ നമുക്ക് MVP ചെയ്യണമെങ്കിൽ പോലും ലീഗലി നമ്മൾക്ക് ചിലപ്പം ആ ഒരു പ്രൊട്ടക്ഷൻ വേണ്ടി വരും, കമ്പനി രജിസ്ട്രേഷൻ ഒക്കെ വേണ്ടി വരും. ഇപ്പം ലെറ്റ്സ് നമ്മളൊരു ഇ-കോം പ്ലാറ്റ്ഫോം ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം ഷോപ്പിഫൈ ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ചിലത് ഇൻസ്റ്റാഗ്രാം ത്രൂ ചെയ്യാം, അതിന് ഈ പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. ഷോപ്പിഫൈ ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് GST എടുക്കണം, GST എടുക്കണമെങ്കിൽ കമ്പനി വേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പേരിൽ GST എടുക്കേണ്ടി വരും. അപ്പം ചില ലീഗൽ കാര്യങ്ങൾ നമ്മൾ ആ ബിസിനസ്സിന് അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് നമുക്ക് ചെയ്യാം. അപ്പാർട്ട് ഫ്രം ദാറ്റ്, അത് ചെയ്യാതെ നമുക്ക് ഒരാളെ എടുത്ത് ഒരു ട്രേഡിങ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നമ്മൾ കൊടുക്കുന്നു, കാശ് നമുക്ക് വാങ്ങാൻ ഇതൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അത് നമ്മൾ സ്കെയിൽ ചെയ്യുന്ന പോയിന്റിൽ മാത്രം നമ്മൾ ചെയ്താൽ മതി. അതായത് നമ്മൾ സീരിയസ് ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നു, നമ്മൾ സീരിയസ് ആയിട്ട് ഇതിൽ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു എന്ന ഡിസിഷൻ എടുക്കുന്ന സമയത്ത് കമ്പനി രജിസ്റ്റർ ചെയ്താൽ മതി. പിന്നെ ഐ വുഡ് സേ ട്രേഡ് മാർക്ക് എടുക്കാം. കമ്പനി രജിസ്റ്റർ ചെയ്യേണ്ട, ട്രേഡ് മാർക്ക് പേഴ്സണൽ പേരിൽ ആദ്യം എടുക്കുന്നത് നല്ലതായിരിക്കും. അത് വേർഡ് മാർക്ക് ഉണ്ടാവാം, ലോഗോ മാർക്ക് ഉണ്ടാവാം. അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫസ്റ്റ് കസ്റ്റമർക്ക് കൊടുക്കുന്നതിന് മുന്നേ തന്നെ എടുത്തു വെക്കുന്നതാണ് ബെറ്റർ. ഇനിഷ്യലി മാൻഡേറ്ററി ആയിട്ട് ആ വേർഡ് മാർക്ക് എടുത്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് ലോഗോ അങ്ങനെ പോകുന്നതാണ് ബെറ്റർ. അത് ലോഗോ പിന്നെയും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് വേർഡ് മാർക്കെങ്കിലും എടുത്തു വെക്കാം ആ സെയിം ക്ലാസ്സിൽ. എന്താണ് ഈ Y Combinator? YC ബേസിക്കലി ഒരു ആക്സിലറേറ്റർ ആണ്. അതായത് നമുക്കൊരു ഐഡിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊരു പ്രൊഡക്റ്റ് ആക്കി മാറ്റാൻ, അല്ലെങ്കിൽ അതിനൊരു സ്കെയിലബിൾ എൻറ്റിറ്റി ആക്കി മാറ്റാൻ നമ്മളെ സഹായിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ടിപ്പിക്കൽ യൂണിവേഴ്സിറ്റി പോലെ അല്ല, പക്ഷെ നമുക്ക് പോയാൽ അവിടെ ഒരുപാട് ലേണിങ്സ് ഉണ്ട്, അവിടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഒരു Y Combinator കേരള അല്ലെങ്കിൽ ഇന്ത്യ സ്റ്റാർട്ടപ്പുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറവാണെന്നുള്ളത്. അത് കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്. ഫുള്ളായിട്ട് ശരിയല്ല. ഒന്ന് ഇവിടുന്ന് ഒരുപാട് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് അത് ക്രാക്ക് ചെയ്തിട്ടുണ്ട്, YC ക്രാക്ക് ചെയ്തിട്ടുണ്ട്. അതിലെ 2 പേഴ്സ്പെക്റ്റീവ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അവിടെ കുറച്ചും കൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പ്രൊഡക്ട്സിനൊക്കെയാണ് റെലവൻസ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നവരുടെ കൗണ്ട് വളരെ കുറവാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ഫ്യൂച്ചറിസ്റ്റിക് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുക, നമ്മൾ ഇന്നത്തെ ദിവസത്തെ കുറിച്ച് ചിന്തിക്കുന്നു, നാളത്തെ പ്രോബ്ലംസിനെ കുറിച്ച് ചിന്തിക്കുന്നു. അങ്ങനെയാണ് നമ്മളൊരു ഫ്യൂച്ചറിസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുക. ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ ചിന്താഗതി പലപ്പോഴും പല ക്യാമ്പസുകളിലും നമ്മുടെ ചിന്താഗതി പാസ്റ്റിലേക്ക് ഫ്യൂച്ചറിലേക്ക് ചിന്തിക്കുന്ന സ്റ്റുഡൻസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമുക്ക് വലിയൊരു കമ്മ്യൂണിറ്റി ഇല്ലാത്തത്. പിന്നെ നമുക്ക് കിട്ടുന്ന എക്സ്പോഷറും കുറവാണ്. നമ്മുടെ ക്യാമ്പസുകളിൽ ഇപ്പം എന്ത് എക്സ്പോഷർ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊളിറ്റിക്കലി നമുക്ക് ഒരുപാട് എക്സ്പോഷർ കിട്ടുന്നുണ്ട്, മേ ബി ലീഡർഷിപ്പിൽ എക്സ്പോഷർ കിട്ടുന്നുണ്ടാവും. പക്ഷേ നാട്ടിൽ എന്ത് നടക്കുന്നു, അല്ലെങ്കിൽ ടെക്നോളജി, ഇപ്പം എഞ്ചിനീയറിംഗ് കോളേജ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അവിടെ പഠിക്കുന്ന എത്ര കുട്ടികൾക്ക് ഇന്ന് ഭൂമിയിൽ എന്തൊക്കെ ടെക്നോളജീസ് ഉണ്ട്, അല്ലെങ്കിൽ അടുത്ത 5 ഇയേഴ്സിൽ വരാനിരിക്കുന്ന ടെക്നോളജീസ് എന്തൊക്കെ കുറിച്ചാണ്, ഇതിലേക്കൊക്കെയുള്ള എക്സ്പോഷർ വളരെ കുറവാണ് എഞ്ചിനീയറിംഗ് കോളേജസിലേക്ക്. ചില എണ്ണം പറയുന്ന എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, പക്ഷേ മേജർലി പല എഞ്ചിനീയറിംഗ് കോളേജിലും പിള്ളേർക്ക് ഈ എക്സ്പോഷർ ഇല്ല. അങ്ങനെ എക്സ്പോഷർ ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട്. എങ്കിൽ പോലും ചില ക്യാമ്പസുകളിൽ ചില കുട്ടികൾ സെൽഫ് ലേൺ ചെയ്യുന്നുണ്ട്, ഒരുപാട് പിള്ളേരുണ്ട്. അങ്ങനെ സെൽഫ് ലേൺ ചെയ്ത് പ്രൊഡക്റ്റുകൾ ബിൽഡ് ചെയ്ത്, പിന്നെ ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട് ഈ ടെക് പ്രൊഡക്റ്റുകൾ ബിൽഡ് ചെയ്യുന്ന, SaaS സോഫ്റ്റ്വെയർസ് ഒക്കെ ബിൽഡ് ചെയ്യുന്ന, KPH ഒക്കെ പോലത്തെ കമ്മ്യൂണിറ്റീസ് കേരളത്തിലുണ്ട്. അപ്പൊ ആ കമ്മ്യൂണിറ്റീസിലുള്ള പല ആൾക്കാരും YC ക്രാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊക്കെ ഈ കോവിഡിന്റെ ഒക്കെ മുന്നേ തന്നെ YC ക്രാക്ക് ചെയ്തിട്ടുള്ള ഫൗണ്ടേഴ്സും കേരളത്തിലുണ്ട്, കേരള ഫൗണ്ടേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ വൺസ് ഇത് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും, നമ്മള് കമ്പനി പിന്നെ അങ്ങോട്ട് ഫ്ലിപ്പ് ചെയ്യണം, US ഫ്ലിപ്പ് ചെയ്യണം. അവിടെയാണ് പിന്നെ നമ്മൾ കമ്പനി രജിസ്റ്റർ ചെയ്യുക. അപ്പം നമ്മൾ മേ ബി ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു മിനിമം വയബിൾ പ്രൊഡക്റ്റുമായിട്ടായിരിക്കും അങ്ങോട്ട് പോവുക. പിന്നെ നമ്മൾ അവിടുന്ന് കിട്ടുന്ന എക്സ്പോഷറിലായിരിക്കും ചിലപ്പോൾ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് സ്കെയിൽ ചെയ്യുന്നത്. അപ്പൊ അതൊരു കേരള സ്റ്റാർട്ടപ്പ് ആവാനുള്ള പ്രോബിലിറ്റി കുറവാണ്. അത് ബേസിക്കലി ഒരു US സ്റ്റാർട്ടപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ അവിടുന്ന് കിട്ടിയ എക്സ്പോഷറും അവിടുത്തെ ഒരു മാർക്കറ്റിന്റെ പൊട്ടൻഷ്യലും കണ്ടിട്ട് ഇവർ അവിടെ തന്നെ എന്തെങ്കിലും തുടങ്ങും. അല്ലെങ്കിൽ മേ ബി അവർക്ക് ടെക്കിൽ ഭയങ്കരമായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടുണ്ടാവും. പിന്നെ തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് അതുപോലെ ടെക്ക് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർക്ക് ഷിഫ്റ്റ് ആവേണ്ടി വരും,
അങ്ങനെ ബാംഗ്ലൂർക്ക് ഷിഫ്റ്റ് ആയിട്ടുള്ള YC ഫൗണ്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് കേരളത്തിൽ YC സ്റ്റാർട്ടപ്സിന് അധികം കാണാൻ പറ്റാത്തത്. പക്ഷെ മലയാളി ഫൗണ്ടേഴ്സ് ഒരുപാടുണ്ട്. ഞാൻ സ്റ്റാർട്ടപ്പുകളിൽ ഇപ്പോൾ മെയിനായിട്ട് കണ്ടിട്ടുള്ളൊരു സംഭവങ്ങളാണ് ഫ്രണ്ട്സൊക്കെ ചേർന്നിട്ട് കോഫൗണ്ടേഴ്സായിട്ട് വരും. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ആ പാർട്ണർഷിപ്പിൽ തന്നെ ഒരു കോൺഫ്ലിക്റ്റ് വരാറുണ്ട്. അതിനെയൊക്കെ ഒഴിവാക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് ഇനിഷ്യലി? ഇത് ബേസിക്കലി പീപ്പിൾ പ്രോബ്ലംസ് ആണ്, രണ്ടാളുകൾ തമ്മിലുള്ള പ്രോബ്ലം. അപ്പൊ അത് എന്ത് പ്രോബ്ലം എന്നുള്ളതനുസരിച്ച് ബേസിക്കലി ഈഗോ ആണ് ഉണ്ടാവാറുള്ളത്. രണ്ടുപേര് തമ്മിൽ ഈഗോ ഉണ്ടാവുന്നു. അപ്പൊ ഈഗോ ഇല്ലാതിരിക്കാൻ അത് എന്ത് റിലേഷൻഷിപ്പും ആവട്ടെ, കോഫൗണ്ടേഴ്സ് ആവട്ടെ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവട്ടെ, ബ്രദർ ആൻഡ് ബ്രദേഴ്സ് ആവട്ടെ, ഈഗോ ഇല്ലാതിരിക്കാനുള്ള ഏക ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പം ഒരു കോഫൗണ്ടറെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കുക എന്നുള്ളതാണ് ബേസിക് നീഡ്. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിവുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അത് ഓപ്പൺലി സംസാരിക്കാൻ, ആ ഹോണസ്റ്റ് ട്രൂത്ത് സംസാരിക്കാൻ, അല്ലെങ്കിൽ ആ ഒതന്റിക് ആയിട്ട് റോ ആയിട്ട് സംസാരിക്കാൻ, അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ. ലൈക്കബിലിറ്റി, ഇപ്പൊ ചില കാര്യങ്ങൾ എനിക്ക് പറയാൻ മടിയായിരിക്കും, ലൈക്കബിലിറ്റി പോവോ, അല്ലെ അവൻ എന്ത് വിചാരിക്കും, അല്ലെ അവന് വിഷമാവോ, അങ്ങനെയല്ല. ഒരു ഫൗണ്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചേ പറ്റൂ. അത് നമ്മൾ ചാടി കിടക്കേണ്ട ഒരു ഹേർഡില്ല. അപ്പൊ അങ്ങനെ ഹാർഡായിട്ടുള്ള സംസാരങ്ങൾ അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള കോൺവെർസേഷൻസ് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് കോഫൗണ്ടർ എന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ഒന്നും പ്രശ്നമില്ല, നമ്മളത് തരണം ചെയ്തു പോകും. കാരണം ഈഗോ എന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഈഗോ എന്തിൻ്റെയൊക്കെ പേരിലുണ്ടാവാം, ഫെയിമിന്റെ പേരിലുണ്ടാവാം, മണിയുടെ പേരിലുണ്ടാവാം, ഇക്വിറ്റിയുടെ പേരിലുണ്ടാവാം, റോൾ ക്ലാരിറ്റിയുടെ പേരിലുണ്ടാവാം, ഇതിന്റെ പേരിലൊക്കെ ഈഗോ ഉണ്ടാവാം, കമ്പാറ്റിബിലിറ്റിയുടെ പേരിലുണ്ടാവാം, കോമ്പിറ്റൻസിയുടെ പേരിലുണ്ടാവാം. അപ്പം ഞാനിപ്പം ഐഡന്റിഫൈ ചെയ്യാണ് നിങ്ങൾക്ക് കോമ്പിറ്റൻസി ഇല്ല, ഞാനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇന്ന ഏരിയയിൽ കോമ്പിറ്റൻസി ഇല്ല, നീ അവിടെ വർക്ക് ചെയ്യ്, നീ അവിടെ ബിൽഡ് ചെയ്യ്. അല്ലെങ്കിൽ എനിക്ക് ഞാൻ മണി മോട്ടിവേറ്റഡ് ആണ്, അപ്പൊ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാം, നമ്മൾ ഇതിനു വേണ്ടിയിട്ടല്ല ഇത് തുടങ്ങിയത്, നീ അത് ഫോക്കസ് ഒഴിവാക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഫെയിം ഡ്രിവൺ ആണ്, നിങ്ങൾ ഫെയിമിന്റെ പേരിൽ അവാർഡ് മേടിക്കാൻ പോകുന്നു, അവിടെ പൈസ സ്പെൻഡ് ചെയ്യുന്നു, സ്റ്റേജ് കയറാൻ അവാർഡ് പൈസ കൊടുക്കുന്നു. അപ്പൊ എനിക്ക് നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നമ്മൾ ഇതിനു വേണ്ടിയിട്ടല്ല ഇത് തുടങ്ങിയത്, ഇത് നമ്മൾ എവിടെ എത്തിക്കില്ല, ഇത് ഡിസ്ട്രാക്ഷൻ ആണ്, ഇത് നമ്മുടെ ഫോക്കസ് കളയുന്നുണ്ട്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റണം. അപ്പം അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നെഗോഷിയേറ്റ് ചെയ്യാനും അവസാനം ഒരു പോയിന്റിലേക്ക് അലൈനും ചെയ്യാനും കോഫൗണ്ടേഴ്സിന് നമ്മൾ പറ്റണം. അപ്പൊ അതിന് കീ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സ്കില്ലുള്ള രണ്ടുപേരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സ്കില്ലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ഒരാൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, ഒരാൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ബാക്ക് ഫെയർ ചെയ്യും. കാരണം കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് ടു ആൻഡ് ഫ്രോ ആണ്. നമ്മൾ പറയൽ മാത്രമല്ല, കേൾക്കലുണ്ട്. നമ്മൾ പറയുന്നത് പോലെ തന്നെ നമുക്ക് ലിസൺ ചെയ്യാനും പറ്റണം. അതാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉള്ളവരെ കോഫൗണ്ടേഴ്സ് ആയിട്ട് കൊണ്ടുവരിക. പിന്നെ കോംപ്ലിമെന്ററി സ്കിൽ സെറ്റ്സ് ആണ്. നമ്മൾ അതേ സ്കിൽ സെറ്റ് ഉള്ളവരെ കൊണ്ടുവരുന്നതിൽ ലോജിക്കില്ല. നമുക്ക് കോംപ്ലിമെന്റ് ചെയ്യണം അവരുടെ സ്കിൽ സെറ്റ്, കോഫൗണ്ടേഴ്സിന്റെ സ്കിൽ സെറ്റ്. നമ്മൾ ഒരു പ്രൊഡക്റ്റ് കൈ ആണെന്നുണ്ടെങ്കിൽ ഒരു മാർക്കറ്റിംഗ് കൈ ആയിരിക്കണം, നമ്മളൊരു എക്സിക്യൂഷൻ കൈ ആണെന്നുണ്ടെങ്കിൽ ഒരു വിഷണറി കൈ ആയിരിക്കണം. അപ്പൊ അങ്ങനെ കോംപ്ലിമെന്ററി ട്രേഡ്സ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ടീമിന്റെ കമ്പാറ്റിബിലിറ്റി അടിപൊളിയായിരിക്കും. കാരണം ക്രോസ് ചെയ്യുന്ന ഏരിയാസ് വളരെ കുറവായിരിക്കും. നമുക്കൊരു ഫസ്റ്റ് ടീം മെമ്പറെ എങ്ങനെ ഹയർ ചെയ്യാം? ഫസ്റ്റ് ടീം മെമ്പറെ ഞാൻ എപ്പോഴും പറയാറുള്ളത് ഒരു സ്വിസ് ആർമി നൈഫ് കൈൻഡ് ഓഫ് ആളായിരിക്കണം എന്നുള്ളതാണ്. സ്വിസ് ആർമി നൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഒരുപാട് ടൂൾസ് ഉള്ള ഒരു കത്തി കണ്ടിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ നഖം വെട്ടുന്ന കട്ടറിലൊക്കെ ഉണ്ടാവില്ല, അങ്ങനെ 1-2 കത്തി, അങ്ങനെ ഒരു 10-12 തവണ കൈൻഡ് ഓഫ് കത്തിയുള്ള അങ്ങനത്തെ നൈഫിനെയാണ് നമ്മൾ സ്വിസ് ആർമി നൈഫ് എന്ന് പറയാം. അപ്പൊ ഇത് നമ്മൾ മൾട്ടി പർപ്പസാണ്, എന്തിനു ഉപയോഗിക്കാം. നമുക്ക് വെട്ടാൻ ഉപയോഗിക്കാം, അരിയാൻ ഉപയോഗിക്കാം, കുത്താൻ ഉപയോഗിക്കാം, തൊണ്ടാൻ, എല്ലാത്തിനും ഉപയോഗിക്കാം. അതുപോലത്തെ ആൾക്കാരായിരിക്കണം നമ്മുടെ ഏർലി ടീം മെമ്പേഴ്സ്. എന്തിനാ ഹയർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല എന്ന് ഓപ്പൺലി നമുക്ക് പറയണം. അറിയില്ല, നമുക്ക് കുറെ കാര്യങ്ങൾ ആവശ്യമുണ്ട്, അതെല്ലാം ചെയ്യാൻ പറ്റുന്ന മെന്റാലിറ്റി ഉള്ള ആൾക്കാരായിരിക്കണം നമ്മൾ ഹയർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മെന്റാലിറ്റിക്ക് ആയിരിക്കണം ഹയർ ചെയ്യുന്നത്, സ്കില്ലിനല്ല. ഒക്കെ ഒരു ജനറലിസ്റ്റ് സ്കില്ല് മതി, ഒരു ഹാഫ് സ്കില്ല് മതി എല്ലാത്തിലും. പോസ്റ്റർ അത്ര കുഴപ്പമില്ലാതെ ഡിസൈൻ ചെയ്യുന്ന ഒരാളായാൽ മതി, വെബ്സൈറ്റ് അത്ര അഡ്വാൻസ്ഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാത്ത ഒരാൾ മതി. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം, അങ്ങനത്തെ ജനറലിസ്റ്റുകളാണ് വേണ്ടത്. കാരണം ഒരു വെരി ഏർലി സ്റ്റേജിൽ നമുക്ക് ഇങ്ങനെ ഹയർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 10-12 ആൾക്കാർ വേണ്ടി വരും എല്ലാ ഡൊമൈൻസിലേക്കും കൂടെ. പക്ഷെ ഒരു ജനറലിസ്റ്റ് 2-3 ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. പിന്നെ നമുക്ക് അവരെ ഒരു ഏരിയയിലേക്ക് സ്പെഷ്യലൈസ് ചെയ്യിപ്പിച്ചിട്ട് ബാക്കി ഏരിയയിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാം. അപ്പം ബേസിക്കലി ആ ജനറലിസ്റ്റുകളെ, ആ മെന്റാലിറ്റി ഉള്ളവരായിരിക്കണം ഫസ്റ്റ് ഹയർ ചെയ്യേണ്ടത്. മനസ്സിലായി. കാരണം ആകെ നമ്മുടെ ഫൗണ്ടേഴ്സ് നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് അറിയും? മെന്റാലിറ്റി മാത്രം, അതെ, വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതേപോലത്തെ ആൾക്കാരാണ് ഏർലി ആദ്യത്തെ ഒരു 10 പേരെങ്കിലും അങ്ങനെയുള്ളവരായിരിക്കണം. പിന്നെ ഓരോന്നായിട്ട് പിന്നെ ഓരോന്നായിട്ട് എന്ത് ചെയ്യും? ഇപ്പം എൻ്റെ കമ്പനിയിൽ തന്നെ ഞങ്ങളുടെ കോഫൗണ്ടേഴ്സിൽ ഒരുവിധം എല്ലാവരും ജേർണലിസ്റ്റുകളായിരുന്നു. അപ്പം ഇപ്പൊ എൻ്റെ ഒരു കോഫൗണ്ടർ ഉണ്ട്, നാജിം. അപ്പം നാജിമും ഒരു ജേർണലിസ്റ്റ് ആണ്. പക്ഷെ നമ്മൾ കമ്പനി ഇവോൾവ് ആയി ഗ്രോ ചെയ്ത് വന്നപ്പം അവൻ എന്ത് ചെയ്തു? ഫിനാൻഷ്യലി സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഓൺ CFO ആയി. അങ്ങനെയാണ് അത് സംഭവിച്ചിട്ടുള്ളത്.
അപ്പോൾ അതുവരെ അവനും ജേർണലിസ്റ്റ് ആയിരുന്നു. അവൻ ജനറൽ മാനേജർ എന്ന് പറഞ്ഞ റോളിലൊക്കെ ഒരുപാട് കാലം നിന്നുണ്ട്. അസിസ്റ്റന്റ് ജനറൽ മാനേജർ എന്ന് പറഞ്ഞ റോൾസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അന്ന് എന്തിനാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റോൾ എടുത്തു കഴിഞ്ഞാലാണ് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അന്നത് ആവശ്യമായിരുന്നു. പക്ഷെ പിന്നീട് എല്ലാ സ്ഥലത്തിലും എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ വന്നപ്പോൾ നമ്മളൊക്കെ ഓരോ നിഷിലേക്ക് മാറി. അപ്പോൾ ഇനീഷ്യലി ജേർണലിസ്റ്റുകളായിരിക്കണം. ഓക്കെ. ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ അല്ലെങ്കിൽ ഒരു ഫൗണ്ടറിന് ലേണിംഗ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് ലേണിംഗ് അവസാനിക്കുന്നു അന്ന് അയാൾ ഫൗണ്ടർ അല്ലാണ്ടായി. മനസ്സിലായി. എന്ന് ലേണിംഗ് അവസാനിക്കുന്നു അന്ന് അയാൾ ഒരു എംപ്ലോയി ആയിട്ട് മാറി. ഒരു എംപ്ലോയി മൈൻഡ് സെറ്റ് എന്ന് പറയാം. ഒരു ഫൗണ്ടറെ സംബന്ധിച്ച് അയാൾ എന്നും ലേൺ ചെയ്യണം. കാരണം അയാൾക്ക് എപ്പോഴും എ എന്ന് പറയുന്ന പോയിന്റ് ബിയിലേക്ക് എത്തിക്കുന്നു, ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് സിയിലേക്ക് എത്തിക്കുന്നു, സിന്ന് ഡിയിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ പോയിന്റ്സ് ഇങ്ങനെ നമ്മൾ സ്കെയിൽ ചെയ്ത് പോവല്ലേ. ഇതിൽ എ ബിയിൽ വർക്ക് ആയത് എന്തില്ല ബി സിയിൽ വർക്ക് ആവില്ല, ബി സിയിൽ വർക്ക് ആയത് സി ഡിയിൽ വർക്ക് ആവില്ല, ആ പാത്തിൽ വർക്ക് ആവില്ല. അപ്പൊ എപ്പോഴും നമുക്ക് പുതിയ കാര്യങ്ങൾ വേണം, പുതിയ ഐഡിയാസ് വേണം, പുതിയ ഇന്നോവേഷൻ വേണം, പുതിയ തോട്ട് പ്രോസസ്സ് വേണം, പുതിയ നെറ്റ്വർക്ക് വേണം, പുതിയ പീപ്പിൾ വേണം, പുതിയ കോൺവെർസേഷൻസ് വേണം, പുതിയ ഐഡിയോളജീസ് വേണം, പുതിയ ലീഡർഷിപ്പ് സ്കിൽസ് വേണം. എല്ലാ 360 ഡിഗ്രിയിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്സ്കിൽ ചെയ്തുകൊണ്ടിരിക്കണം. അപ്സ്കിൽ ചെയ്യണമെങ്കിൽ നമ്മൾ ലേൺ ചെയ്യണം, അൺലേൺ ചെയ്യണം, റീലേൺ ചെയ്യണം. ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ എന്ന് നമ്മളിത് അവസാനിക്കുന്നോ അന്ന് ആസ് ഒരു പേഴ്സൺ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഫൗണ്ടർ ട്രീറ്റ് പോയി. ഫുള്ളി പോയി. പിന്നെ നമ്മളൊരു ഫൗണ്ടർ നമ്മൾ വിളിക്കുന്നതിൽ കാര്യമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ഒന്ന് ഫൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൗണ്ടർ ആവും എന്നുള്ള ഗൂഗിൾ ഡെഫിനിഷൻ ആണെന്നുണ്ടെങ്കിൽ ഓക്കെയാ, നമ്മൾ ഫൗണ്ടറാ. പക്ഷെ ഫിലോസഫിക്കലി നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ. ഞാൻ ഇന്നലെ റമീസിന് റീൽ ഉണ്ടായിരുന്നു ഈ അവാർഡ് പൈസ കൊടുത്ത് വാങ്ങുന്നതിനെ കുറിച്ച്. ഞാൻ തന്നെ റിപ്ലൈ കൊടുത്ത് മടുത്ത്. വാട്സപ്പിൽ, ഇൻസ്റ്റാഗ്രാമിൽ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് എനിക്ക്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യുന്നു. എന്താ പറയുക, ഇതൊക്കെ കണ്ടിട്ടാണ് ഇപ്പോഴത്തെ ജനറേഷൻ അധികം സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിലേക്ക് വരുന്നത്. അപ്പൊ ഇവർക്ക് ഇന്ന് വന്ന് നാളെ മുതൽ അവാർഡ് കിട്ടണം, നാളെ മുതൽ പോഡ്കാസ്റ്റ് സ്റ്റുഡിയോയിൽ കിട്ടണം. എത്ര ഏജൻസീസ് ഉണ്ട് ഇവിടെ പൈസ കൊടുത്ത് പോഡ്കാസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോ ഇതൊക്കെ ഇവര് മുതലെടുക്കും, ഈ പറഞ്ഞ ഏജൻസീസ് മുതലെടുക്കും. അത് അവരുടെ ബിസിനസ്, അവരുടെ കഴിവ്. പക്ഷെ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിനെ സംബന്ധിച്ച് ഇതൊക്കെ ഡിസ്ട്രാക്ഷനാണ്. അവരുടെ ഫോക്കസ് പോയി. അവര് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിനും അവര് റീലിന്റെ വ്യൂസിലും എന്ന് ഒബ്സസ്ഡ് ആവുന്നോ അവർ ബിൽഡ് ചെയ്യുന്നത് എന്താ? അവരുടെ പേഴ്സണൽ ബ്രാൻഡിങ് ആണ്. പിന്നെ പണ്ട് ആരുടെയൊക്കെയോ റീലുകൾ ഹിറ്റ് ആയിട്ടുണ്ട്, നമ്മൾ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്ത് നമുക്ക് കമ്പനി. ഇതൊക്കെ ഈ നറേറ്റീവ് ഒക്കെ ഈ ഏജൻസീസ് തന്നെ കൊണ്ടുവരുന്ന, അറിയാലോ, പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യുന്ന ഏജൻസീസ് തന്നെ കൊണ്ടുവരുന്ന. മേ ബി ചില പേഴ്സണൽ ബ്രാൻഡ്സ് ഒക്കെ ഇനീഷ്യൽ കസ്റ്റമേഴ്സിനെ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. അൾട്ടിമേറ്റ്ലി നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ അടിപൊളിയാണെങ്കിൽ മാത്രമാണ് ഈ സംഗതി സ്കെയിൽ ആവാൻ പറ്റത്തുള്ളൂ. പിന്നെ പേഴ്സണൽ ബ്രാൻഡിങ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ബ്രാൻഡിങ് ഒക്കെ ആരാ ചെയ്യേണ്ടതെന്ന് അറിയാം. ഒരു കയ്യിൽ കുറെ കാശുണ്ട്, ബിസിനസ് എല്ലാം ഓട്ടോ പൈലറ്റ് മോഡിലാണ്, അവർക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. അവരെ സംബന്ധിച്ച് അവർ എന്നാ ഇനി കുറച്ച് ഫെയിം ആവാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഫെയിം പോകുമ്പോൾ ഓക്കെ, അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ മലബാറിൽ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഫോണ്ടേഴ്സ് ഉണ്ട്. ഇറ്റ് മേക്ക് സെൻസ്, അവർക്കത് ചെയ്യാം. കാരണം എൻഡ് ഓഫ് ദി ഡേ അവർക്ക് പൈസ സന്തോഷം തരുന്നില്ല, അപ്പൊ വേറെ എന്തെങ്കിലുമൊക്കെ സന്തോഷം തരണമല്ലോ. അപ്പൊ മേ ബി ഫെയിം ആയിരിക്കും, അതൊക്കെ ആയിരിക്കും ഹാപ്പിനെസ്, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങി വെരി ഏർലി സ്റ്റേജിൽ തന്നെ ഇതിനു വേണ്ടിയിട്ടൊക്കെ പൈസയും സമയവും എഫേർട്ടൊക്കെ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഡിസ്ട്രാക്ഷനാണ്, അത് ഫോക്കസ് അല്ല. അങ്ങനെ ഒരിക്കലും ചെയ്യാനും പാടില്ല. നമുക്കത് ഡോക്യുമെന്റ് ചെയ്യാം. അത് ഡോക്യുമെന്റ് ചെയ്യുന്ന സംഗതി അടിപൊളി, അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരില്ലേ. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റണം. അതായത് ഡിസ്ട്രിബ്യൂഷൻ ആയി കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ക്രിയേറ്റ് ചെയ്യലാണ് ബേസിക്കലി ഡോക്യുമെന്റ് ചെയ്യുന്ന പരിപാടിയിലെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഡോക്യുമെന്റ് ചെയ്യുന്ന പല റീസണെ കൊണ്ട് ചെയ്യുന്നവരുണ്ടാവാം, അത് ഇഷ്ടമായിട്ട് ചെയ്യുന്നവരുണ്ടാവാം, ഒക്കെ ചെയ്യാം. പക്ഷെ ഡിസ്ട്രിബ്യൂഷൻ ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഡിസ്ട്രിബ്യൂഷൻ മോണിറ്റൈസ് ചെയ്യാൻ പറ്റണം. അതായത് നമ്മൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ ബിൽഡ് ചെയ്തു, അതിനെ മോണിറ്റൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂഷനെ കൊണ്ട് കാര്യമില്ല. നമുക്കൊരു 100K ഫോളോവേഴ്സ് ഉണ്ട്, നമ്മുടെ റീലെല്ലാം ഒരു 1 മില്യൺ അടിക്കുന്നുണ്ട്, എന്താ അതുകൊണ്ട് കാര്യം? അരി വേവോ? ഇല്ലല്ലോ. അരി വേവുന്ന മാർഗത്തിലേക്ക് ഇത് മാറ്റാൻ നമുക്ക് സാധിക്കണം. അതൊരു പഴയ ഫ്രേസ് പറഞ്ഞതാണ് അരി വേവുന്നത്. ബട്ട് ബേസിക്കലി അതിനെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റണം. അപ്പം നമ്മൾ പ്രൊഡക്റ്റിൽ പറഞ്ഞാലും മണിയാണ്. അതെ, പ്രൊഡക്റ്റിൽ ഫോക്കസ് ചെയ്യണം, അത് സെല് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ കണ്ടിട്ടുള്ളത് ഡോക്യുമെന്റേഷൻ കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവര് ഇൻഫ്ലുവൻസേഴ്സായി മാറാം. ഇൻഫ്ലുവൻസേഴ്സിൽ നിന്നും സെലിബ്രിറ്റീസിലേക്കുള്ള മാറ്റം പെട്ടെന്നാണ്. പിന്നെ ഞാൻ കാണുന്നത് ഒരു ഡോക്യുമെന്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാം പേജ് ഉള്ളവരെടുത്ത് നിന്ന് നമ്മളിപ്പം പോഡ്കാസ്റ്റിലൂടെ അവരുടെ എക്സ്പീരിയൻസ് വാങ്ങുന്നതും അവരുടെ ഒരു ആ ഏരിയയിലുള്ള എക്സ്പെർട്ടൈസ് നമ്മൾ പഠിച്ച് മനസ്സിലാക്കുന്നതും അത് ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നതൊക്കെ ഓക്കെ. പക്ഷെ പിന്നീട് അവര് അവാർഡ്സിന് വരുന്നു, ഓക്കെ, റവന്യൂ ക്രിയേറ്റ് ചെയ്താൽ ഓക്കെ, അവർ അവാർഡ്സിന് വരുന്നു, അല്ലെങ്കിൽ അവർ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു. ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരാൾ ഇൻഫ്ലുവൻസർ ആണ് എന്നുള്ളത് കൊണ്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അയാൾ ചെയ്തിട്ടുള്ള ഇൻഫ്ലുവൻസ് എന്ത് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തു.
ഇപ്പം ABCD എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അവർ ഡോക്യുമെന്റ് ചെയ്യാണ്. പക്ഷെ അവരുടെ ജേണി കണ്ടിട്ട് ഒരു 10 പേര് ഇതേപോലെ സ്റ്റാർട്ടപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു ഇമ്പാക്ട് ആണ്, അതിനെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. പക്ഷെ അവർക്ക് 100K ഫോളോവേഴ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്ത് മീനിങ്ലെസ് പരിപാടിയാണ്. അതെ, ഒരു പർപ്പസും ഇല്ല അതിനെ കൊണ്ട്. അങ്ങനത്തെ കുറെ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ അവിടെ സംഭവിക്കുന്നുണ്ട്. അത് അതിന്റെ ഒരു നെഗറ്റീവ് സൈഡാണ്. ബട്ട് ആക്ച്വലി ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഈസിലി ഡിസ്ട്രിബ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് വേ ആയിട്ട് ഇന്ന് നമ്മുടെ ബിസിനസ് ജേണി ഡോക്യുമെന്റ് ചെയ്യുന്ന പരിപാടി അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. നമുക്കിനി ഫ്യൂച്ചർ ഓഫ് എഡ്ടെക് എന്തായിരിക്കും? എഡ്ടെക്കില് ഇപ്പൊ കേരളത്തിലായി കഴിഞ്ഞാൽ ഇന്ത്യയിലായി കഴിഞ്ഞാലും കൺസോളിഡേഷൻ നടക്കുന്ന ഒരു സമയമാണ്. കൺസോളിഡേഷൻ ഇൻ ദ സെൻസ് കുറെ പവേഴ്സ് ഉണ്ട്, എഡ്ടെക് പവേഴ്സ് ഉണ്ട്. ഇവരിലേക്ക് ചെറിയ ചെറിയ സ്റ്റാർട്ടപ്സ് ഒക്കെ അലൈൻ ചെയ്യുന്നു, അക്വിസിഷൻസ് നടക്കുന്നു. അപ്പൊ ബിസിനസ് സൈഡിൽ അങ്ങനത്തെ ഒരു കൺസോളിഡേഷൻസ് നടക്കുന്നുണ്ട്. പക്ഷെ ഓരോ ഇൻഡസ്ട്രിയിലും നെക്സ്റ്റ് എന്താന്നുള്ളത് ഡിഫൈൻ ചെയ്യപ്പെടുന്ന ഒരു സമയം കൂടെ. ഇപ്പൊ K12 എടുക്കാം. K12 ഓൾറെഡി ട്യൂഷൻ, ലേണിംഗ് ഇതൊക്കെ നടന്നു. വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു കറക്റ്റ് ആൻസർ ഇല്ല. പേഴ്സണലൈസ്ഡ് ലേണിംഗ് ആണ് എന്ന് പറയപ്പെടുന്നു. പക്ഷേ പേഴ്സണലൈസ്ഡ് ലേണിംഗിൽ തന്നെ ഹൗ എന്നുള്ളതിന് AI എന്നുള്ള ഒരു ഉത്തരമുണ്ട്. ബട്ട് എഗെയിൻ ഹൗ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. ഇപ്പൊ ഫിസിക്സ് വാല ഒരു AI ബോക്സ് ഇറക്കി, ഭയങ്കര മീമായിട്ട് മാറി. ആൾക്കാരെല്ലാം അതിനെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിലും ഈവൻ ന്യൂസ് ചാനലിലും വരെ ഡിസ്കസ് ചെയ്തിട്ട് അതിനെ കൊല വിളിച്ചുകൊണ്ടിരിക്കുക. ബേസിക്കലി അതിൽ AI ഇല്ല. അപ്പൊ എങ്ങനെയാണ് ആ പേഴ്സണലൈസേഷൻ കൊണ്ടുവരുന്നത് എന്നുള്ളത് ഡിഫൈൻഡ് അല്ല. അത് ഇപ്പോഴും ആ പ്രോസസ്സിൽ നടക്കുകയാണ്. അപ്പൊ എഡ്ടെക് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഈ അപ്സ്കില്ലിംഗ് ആയി കഴിഞ്ഞാലും ഇപ്പൊ നമ്മൾ അപ്സ്കില്ലിംഗ് അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു സമയത്ത് എഞ്ചിനീയറിംഗ്, മെഡിസിൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു MBA വേവ് വന്നു. MBA വേവിന് ശേഷം കൊമേഴ്സ് വേവ് വന്നു. അത് കഴിഞ്ഞിട്ട് സോഫ്റ്റ് സ്കിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേവ് വന്നു. ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചവർ പലരും പണിയില്ലാതെ നടക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അല്ലെങ്കിൽ മെറ്റയിലും അങ്ങനെ നെറേറ്റീവ് വരുന്നുണ്ട്. മെറ്റയിലും ഗൂഗിളിലൊക്കെ ഒരുപാട് അപ്ഡേഷൻസ് വരുന്നു, AIയുടെ ഇന്റഗ്രേഷൻസ് വരുന്നു. അപ്പൊ അവിടെ ഇനി അത്രയും വർക്ക് ഫോഴ്സിന്റെ ആവശ്യമില്ല, അങ്ങനെയും നെറേറ്റീവ് വരുന്നുണ്ട്. ഇനി തിരിച്ച് AI വരുന്നത് കൊണ്ട് തന്നെ അവിടെ വർക്ക് ഫോഴ്സ് കൂടുമെന്നും പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു അൺസർട്ടൈനിറ്റി അവിടെയുണ്ട് AIയുടെ ഇൻഫ്ലുവൻസ്. കാരണം ബേസിക്കലി AI ഏറ്റവും കൂടുതൽ AIയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന 2 കമ്പനികളാണ് ഗൂഗിളും മെറ്റയും. ഈ ഗൂഗിളും മെറ്റയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പെർഫോമൻസ് മാർക്കറ്റിംഗും SEO ഒക്കെ ഇപ്പൊ ഉള്ളത്. പിന്നെ SEO തന്നെ ChatGPT വന്നപ്പോൾ SEOയുടെ കൈണ്ട് മാറി. അപ്പം ഈ നോർമൽ SEO പഠിച്ചവരൊക്കെ ഇപ്പം കുറെ അവരും എന്ത് ചെയ്യുന്നുള്ള അൺസർട്ടൈനിറ്റിയാണ്. അവർ ഇനി അപ്സ്കിൽ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പം ഹയർ എഡ്യൂക്കേഷനിൽ എന്താണ് നെക്സ്റ്റ് ബിഗ് തിങ് എന്നുള്ളത് ഇപ്പോഴും ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പൊ അവിടെയും അഗെയിൻ ഇത് മാർക്കറ്റാണ് ഡിഫൈൻ ചെയ്യുക. ചിലപ്പോൾ ഒരു കമ്പനി ആയിരിക്കും ഡിഫൈൻ ചെയ്യുക. ഇപ്പൊ കേരളത്തിൽ കൊമേഴ്സ് ആണ് നെക്സ്റ്റ് ബിഗ് തിങ് എന്നുള്ളത് ഒരു കമ്പനി ചെയ്തതാ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് നെക്സ്റ്റ് ബിഗ് തിങ് എന്നുള്ളത് ഒരു 3-4 കമ്പനികൾ കൂടി ചെയ്തതാ. ഓൾ കേരള എടുത്തു കഴിഞ്ഞാൽ അപ്പൊ ബേസിക്കലി കമ്പനീസ് ആണ് ചെയ്യുന്നത്. അപ്പൊ നെക്സ്റ്റ് ബിഗ് തിങ് എന്താണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനും വേണ്ടിയിട്ട് ഇപ്പൊ ഒരുപാട് കമ്പനീസ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിൽ മേ ബി 1-2 കമ്പനീസ് ഹിറ്റ് ആവും, അവരുടെ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ അവർക്ക് ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് കിട്ടും. ഒരു 4-5 ഇയേഴ്സ് അത് റൺ ചെയ്യും. ഹയർ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ഒരു 4-5 ഇയേഴ്സ് മിനിമം റൺ ചെയ്യുക, അല്ലെങ്കിൽ ഒരു 5 to 10 ഇയേഴ്സ് റൺ ചെയ്യുക എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു ഫേസിലാണ് ഇപ്പൊ എഡ്ടെക് ഉള്ളത്. നെക്സ്റ്റ് എന്താ എന്നുള്ളതിന് പല ആൻസേഴ്സ് ആണ് മനസ്സിലായി. അപ്പം അതിൽ കുറെ ആൾക്കാർ വിൻ ചെയ്യും, കുറെ ആൾക്കാർ ലൂസ് ചെയ്യും. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമുക്ക് പലർക്കും ഈ സ്റ്റുഡൻസ് വന്നിട്ട് ഈ കോഴ്സ് എടുത്തതിന് ശേഷമാണ് അവർക്ക് മനസ്സിലാവുന്നത് അവർക്ക് ഇത് പറ്റുന്നതാണോ അല്ലയോ എന്നുള്ളത്. അതും ഒരു ഇഷ്യൂസ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ നല്ല രീതിക്ക് അതെ. ഇപ്പം ബിസിനസ് പെർസ്പെക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ബിസിനസ്സുകാരെ സംബന്ധിച്ചാൽ തെറ്റൊന്നുമില്ല. കുട്ടികൾ വരുന്നു, അവർ കൊടുക്കുന്നു, കുട്ടികൾ ചോദിച്ചിട്ടാണല്ലോ കൊടുക്കുന്നത്. അപ്പം ബിസിനസ് പെർസ്പെക്റ്റീവിൽ അത് തെറ്റൊന്നുമില്ല. പിന്നെ മേ ബി അവിടെ ഒരു ലെയറിൽ നമ്മളൊരു ഫിൽട്ടർ വെക്കുകയാണ്. ആ ഒരു സ്കില്ലുള്ളവരെ മാത്രമേ എടുക്കുന്നു ഏതെങ്കിലും അക്കാഡമിക്ക് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് സസ്റ്റൈനബിലിറ്റി കൂടുതലാണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ എൻട്രൻസ് കോച്ചിങ് എടുക്കുക, മെഡിക്കൽ എൻട്രൻസും എഞ്ചിനീയറിംഗ് എൻട്രൻസും. കേരളത്തിലെ ടോപ്പ് 2 ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ 1 നല്ല റാങ്ക് ഉണ്ട്, 2 തീരെ റാങ്ക് ഇല്ല. പക്ഷെ 2 കുട്ടികളുടെ എണ്ണം കൂടുതലായിരിക്കും, 1 കുട്ടികളുടെ എണ്ണം കുറവായിരിക്കും. അപ്പം ഇതിന്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ 1 എന്തുണ്ട്, ഫിൽട്രേഷൻ ഉണ്ട്. ആ ഫിൽട്രേഷൻ ഉള്ളത് കൊണ്ട് തന്നെ എഡ്ടെക്കിലുള്ള എല്ലാവർക്കും ഒരു നെക്സ്റ്റ് 10 ഇയേഴ്സ് കഴിഞ്ഞാൽ ആ ബ്രാൻഡ് അവിടെ ഉണ്ടാവും. ഈ ബ്രാൻഡിനെ കുറിച്ച് പലർക്കും മിക്സ്ഡ് ഒപ്പീനിയൻസ് ആണ്. അപ്പം ഈ ഒരു ഫിൽറ്റർ ഉണ്ടാകുന്നത് എപ്പോഴും സസ്റ്റൈനബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എഡ്ടെക്കിൽ. അത് ചെയ്യുന്നവർ കുറവാണ്. കാരണം എല്ലാവർക്കും ഇന്ന് കാശ് ഉണ്ടാക്കണം എന്നുള്ളതാണ് പ്രൈമറി ഫോക്കസ്. ആ ഒരു ഫിൽറ്റർ ഉണ്ടാവുന്നത് ബെറ്റർ ആയിരിക്കും. ഇപ്പൊ ഞാൻ ചില അക്കാഡമി, എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാഡമി നടത്തുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവരോടൊക്കെ പറയാറുണ്ട്, നിങ്ങൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കുറെ ടൂൾസ് പഠിക്കുക എന്നുള്ളത് ഓക്കെ, അതിൽ കരിക്കുലത്തിലുള്ളത് കുറെ ടൂൾസ് തന്നെയാണ്. ബട്ട് അൾട്ടിമേറ്റ്ലി അതിൽ ഡിജിറ്റൽ എന്നുള്ള വേർഡ് ഉണ്ട്, മാർക്കറ്റിംഗ് എന്നുള്ള വേർഡ് ഉണ്ട്. അപ്പൊ നല്ല മാർക്കറ്റേഴ്സിനെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഡിജിറ്റൽ ടൂൾസ് കൊടുത്തു നോക്കി, അടിപൊളി ഇമ്പാക്ട് ആയിരിക്കും. കാരണം അങ്ങനത്തെ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ അവരായിരിക്കും ഓരോ ബിസിനസ് റൺ ചെയ്യുക, ഓരോ ഇ-കോം ബ്രാൻഡ് റൺ ചെയ്യുക, അല്ലെങ്കിൽ ഓരോ D2C ബ്രാൻഡിനെ റൺ ചെയ്യുന്ന സെൻട്രൽ ഫോഴ്സ് ആയിട്ട് അവർ മാറും.
അപ്പോൾ ബേസിക്കലി അങ്ങനത്തെ ഒരു 10 ആൾക്കാരെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 10 എംപയർ പ്രൊഡ്യൂസ് ചെയ്ത ഇമ്പാക്റ്റാ. അപ്പം പക്ഷെ അത് ലോങ് ടേമാ. അതെ, റവന്യൂ സ്ലോ ആയിരിക്കും, ലോങ് ടേം ഇമ്പാക്റ്റ് ആയിരിക്കും. കാരണം ഇവർ പുറത്തെത്തിയിട്ട് ഇവർ ഇതിന്റെ അലുമിനിയായി പ്ലേസ് ചെയ്യപ്പെട്ട് ഇവർ കരിയർ ബിൽഡ് ചെയ്യുമ്പോൾ മേ ബി ഒരു 10 years കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ റിസൾട്ട് കിട്ടുക. പക്ഷെ അത് കിട്ടി കഴിഞ്ഞാൽ അതൊരു 25 വർഷം ഓടും. മനസ്സിലായി. ഞാൻ ഒരു റിസ്ക് എടുക്കാനുള്ള ഒരു ഇതിലേക്ക് ആ റിസ്ക് എടുക്കുന്നവർക്ക് എന്തായാലും അതിന്റെ എന്തായാലും അതിന്റെ അറിവ് കിട്ടും. ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഫസ്റ്റ് കൊടുക്കുന്നു, അതിന്ന് ഫിൽട്ടർ ചെയ്തതിന് ശേഷം മാത്രം ലെവൽ 2ലേക്ക് വരുന്നു, ലെവൽ 3 ഫുൾ പ്യൂർ മെന്റർഷിപ്പ് മാത്രമായിരിക്കും. ആ ഒരു ലെവൽ ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗും നല്ല മാർക്കറ്റേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തായാലും എടുക്കാനായിട്ടൊരു തീരുമാനത്തിലാണ്. എന്തായാലും അതിന്റെ അറിവ് കിട്ടും. കാരണം ഇത്രയും കാലത്തിനിടയിലുള്ള ഈ കമ്പനീസിന്റെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അല്ലെങ്കിൽ ജസ്റ്റ് അതൊരു അക്കാഡമി ആയിട്ട്. അതെ, അത് അഗെയിൻ ഒന്നിലും തെറ്റില്ല, രണ്ടും ചെയ്യാം. ഇന്ന് കാശ് ഉണ്ടാക്കണോ അതോ ഒരു 50 കൊല്ലം പോകുന്ന ഒരു ലെഗസി ബ്രാൻഡ് ഉണ്ടാക്കണോ എന്നുള്ളത് നമ്മുടെ ഡിസിഷനാണ്. രണ്ടും ശരിയാ. അത് നമ്മുടെ ശരി, നമ്മുടെ ഇൻഡ്യൂഷനാണ് നമ്മുടെ കോൺഫിഡൻസ്. നെക്സ്റ്റ് ഒരു ഫ്യൂച്ചർ സ്റ്റാർട്ടപ്പുകൾ ഏതൊക്കെ നീഷിലായിരിക്കും കൂടുതലും ഇനി വരാൻ പോകുന്നത്? ഇവിടെ ഇന്ത്യയിലാണോ അത് കേരളത്തിൽ? ഓൾ ഓവർ വേൾഡ്. അതും ഭയങ്കര ഡിഫറെൻ്റ്. നമുക്ക് ഒരിക്കലും ഒരു ഒറ്റ കുടക്കീയിൽ പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ US എടുക്കാം. US എടുത്തു കഴിഞ്ഞാൽ അവിടെ അധികം പീപ്പിൾ പ്രോബ്ലംസ് ഒന്നും ഇനി സോൾവ് ചെയ്യാനില്ല. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യും, ഒരുപാട് ഡീപ് ടെക് അല്ലെങ്കിൽ AI കുറിച്ച് അല്ലെങ്കിൽ 100 വർഷം കഴിഞ്ഞിട്ട് മേ ബി മറ്റേതെങ്കിലും ഒരു ഗ്രഹത്തിൽ താമസിക്കുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന സ്റ്റാർട്ടപ്സ് ഉണ്ടാവും. അപ്പൊ അവിടെ അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു റവല്യൂഷനാണ് സംഭവിക്കുക. മറിച്ച് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ തന്നെ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ചിന്തിക്കുന്നതായിരിക്കില്ല ബാംഗ്ലൂരിലെ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ചിന്തിക്കുന്നത്. അവിടെ കുറച്ചുകൂടെ ടെക് ഓറിയന്റഡ് ആയിരിക്കും. എത്രത്തോളം ടെക് അഡ്വാൻസ്ഡ് ആണ് എന്ന് അറിയുന്നവരായിരിക്കാം ബാംഗ്ലൂരിലുള്ള കമ്മ്യൂണിറ്റി. അപ്പൊ അവര് ആ അഡ്വാൻസ്ഡ് ടെക്നോളജി ലിവറേജ് ചെയ്തിട്ട് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നോക്കും. മേ ബി കേരളത്തിലൊക്കെ ഇപ്പോഴും കുറച്ചും കൂടെ ഒരു മാർക്കറ്റിന്റെ ഒരു ഫ്ലോ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ കാണുന്ന അപ്പം കാണുന്ന പ്രോബ്ലംസിനനുസരിച്ചൊക്കെയാണ് അല്ലെങ്കിൽ തൊട്ടടുത്ത് വരാൻ പോകുന്ന പ്രോബ്ലംസിനനുസരിച്ചൊക്കെയാണ് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ഐഡിയാസുമായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ എല്ലാം ഒരൊറ്റ ബാസ്ക്കറ്റിലിട്ട് ഇവാലുവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് നല്ലത് ഇത് മോശം അല്ലെങ്കിൽ ഇന്ന എക്കോസിസ്റ്റം നല്ലത്, ഇപ്പൊ US അടിപൊളി എക്കോസിസ്റ്റം ആണ്, ഇന്ത്യയിൽ മോശം എക്കോസിസ്റ്റം ആണ്, അല്ല ബാംഗ്ലൂർ നല്ല എക്കോസിസ്റ്റം ആണ്, കേരളത്തിൽ മോശം എക്കോസിസ്റ്റം ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഓരോ നാടിനും ആ നാടിന്റെ ഒരു ഡൈനാമിക്സ് ഉണ്ട്, അതിന്റെ ഒരു ടൈം ലൈൻ ഉണ്ട്. അതിനനുസരിച്ച് തന്നെയാണ് അവിടുത്തെ സ്റ്റാർട്ടപ്സും സ്റ്റാർട്ടപ്പ് ഐഡിയാസ് ഒക്കെ വരുള്ളൂ. അപ്പം ഓരോ സ്ഥലത്തും ഡിഫറെന്റ് ആയിരിക്കും. എല്ലാത്തിനും നമുക്ക് അങ്ങനെ നോർമലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. ഞങ്ങൾ എന്തായാലും ഒരു സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇൻവെസ്റ്റേഴ്സ് ആൾറെഡി സ്റ്റാർട്ടപ്പ് റൺ ചെയ്യുന്ന ഒരു ഫൗണ്ടേഴ്സ്, അപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർ, അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയാണ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് അവർ ഈ ക്ലാരിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ്. ക്ലാരിറ്റി, പിന്നെ നെക്സ്റ്റ് ലെവലിലേക്ക് എങ്ങനെ ഈസിലി പോവാം, എത്രയും പെട്ടെന്ന് ഫെയിലാവാം, അങ്ങനെ ഒരു കൺസെപ്റ്റിൽ ഫെയിൽ പാസ് എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്തേക്കാം, ജോയിൻ ചെയ്തോളൂ. എല്ലാവരും ജോയിൻ ചെയ്യും, എന്നിട്ട് ഫെയിൽ ചെയ്യാൻ പഠിക്കും. അതെ, ഫെയിൽ ഫാസ്റ്റ്. താങ്ക് യു.